എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, ശ്രദ്ധയോട് കൂടിയിട്ട് ഭഗവാനെ സ്മരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവത്ഗീത മനസ്സിലാവുള്ളൂ. കാരണം അനേകം പേര് മ്യൂട്ട് ചെയ്യൂ, ബാക്കിയുള്ളവര്. കാരണം പല ആളുകളും ആ സമയത്ത് ശ്രീമദ് ഭഗവത്ഗീത കേട്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഭഗവാന് ശരണം പ്രാപിച്ചവർക്കും ഭഗവാനില് പൂർണ്ണ വിശ്വാസമുള്ളവർക്കും മാത്രമേ മനസ്സിലായുള്ളൂ. ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലായില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ശ്രീമദ് ഭാഗവതവും. ആർക്കാ മോക്ഷം കിട്ടിയത്? പരീക്ഷിത്ത് മഹാരാജാവിന്. ബാക്കി എല്ലാവരും കേട്ടുല്ലോ, പക്ഷെ അവർക്കൊന്നും തന്നെ സാധിച്ചില്ല. കാരണം പരീക്ഷിത്ത് മഹാരാജാവാണ് ശരിയായിട്ട് ശ്രവണം ചെയ്തത്. അപ്പൊ എല്ലാവരും നല്ല ഒരു ശ്രവണത്തിന് അധികാരിയായിട്ട് ഭവിക്കുക. ശ്രീമദ് ഭഗവത്ഗീതയുടെ 1-ാം അധ്യായത്തിലെ അർജുന വിഷാദ യോഗം അഥവാ കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണത്തിന്റെ 20-ാമത്തെ ശ്ലോകമാണ് നമ്മൾ എടുത്തു നിർത്തിയത്. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു യാത്രയുണ്ടായിരുന്നു, അതുകൊണ്ട് സാധിച്ചില്ല. എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. നമുക്ക് 21 മുതൽ നിന്ന് എടുക്കാം. ആദ്യം ശ്രീമംഗളാചരണം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം തതോ ജയമുദീരയേത് നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവതേ ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീവിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 1. കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം. ഇപ്രകാരം അർജുനൻ സൈന്യത്തെയെല്ലാം വീക്ഷിക്കുവാൻ, സൈന്യത്തെ നിരീക്ഷണം ചെയ്യുവാനായിട്ട് പോകുകയാണ്. 2 സൈന്യത്തിലുമുള്ള സർവസൈന്യാധിപന്മാര് ശംഖ് വിളിച്ചു. ഉപസൈന്യാധിപന്മാരും രക്ഷകന്മാരും മറ്റ് യോധമുഖ്യന്മാരും രഥികളും അതിരഥികളും മഹാരഥികളുമെല്ലാം ശംഖാദിഘോഷങ്ങളെല്ലാം മുഴക്കി തങ്ങളുടെ സൈന്യം സജ്ജമാണെന്നറിയിച്ചു. ആ സമയത്താണ് നമ്മുടെ 2 നായകന്മാര് വന്നത്. ആരൊക്കെയാണ്? അർജുനനും അർജുനന്റെ സാരഥിയായിട്ടുള്ള പാർത്ഥസാരഥിയായിട്ടുള്ള അച്യുതൻ ഗോവിന്ദനും. ഇപ്രകാരം അവര് 2 പേരുടെയും ആ രഥത്തെക്കുറിച്ചും അതുപോലെ തന്നെ കൊടിച്ചിഹ്നത്തെ കുറിച്ചുമെല്ലാം വിശദീകരിച്ചു. ഇനി പതുക്കെ നമ്മെ ഭഗവത്ഗീതയുടെ ഉപദേശത്തിലേക്ക് വേദവ്യാസ മഹർഷി പതുക്കെ കൊണ്ടുപോകുകയാണ്. ഇപ്രകാരം 2 സൈന്യത്തെയെല്ലാം കണ്ട ശേഷം അർജുനന്റെ ഉള്ളില് ഒരു ആഗ്രഹം വന്നു. അത് മറച്ചു വെക്കാതെ തന്റെ ആഗ്രഹം അദ്ദേഹം
ഗോവിന്ദനോട് അച്യുതനോട് പറയുകയാണ് ഈ ശ്ലോകത്തിൽ ചെയ്യുന്നത്. ശ്ലോകം 21. എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം? അദ്ദേഹം പറയാം, അർജുന ഉവാച. വില്ലാളി വീരനായിട്ടുള്ള അർജുനൻ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാനോട് പറഞ്ഞു, സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുതാ യാവദേതാൻ നിരീക്ഷേഹം യോധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ചാണ്, 21, 22. ഈ രണ്ട് ശ്ലോകങ്ങളുടെയും വിവർത്തനം, ട്രാൻസ്ലേഷൻ: അല്ലയോ അച്യുത, ചുതി അഥവാ വീഴ്ച പറ്റാത്തവനെ, ഇരു സൈന്യങ്ങൾക്കും നടുവിലായി എന്റെ രഥത്തെ കൊണ്ടു നിർത്തുക. ആരൊക്കെയാണ് യുദ്ധകാംക്ഷികളായി ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഈ ശ്ലോകങ്ങളുടെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമദിവ്യോത്തമ പുരുഷനായിരുന്നിട്ടും അഹേതുവായ കരുണയാൽ സുഹൃത്തിനെ സേവിക്കാൻ ഒരുങ്ങി. ഭക്തന്മാരോട് അദ്ദേഹത്തിനുള്ള സ്നേഹത്തിന് ഒരിക്കലും കുറവില്ല. അതുകൊണ്ടാണ് ഇവിടെ അച്യുത എന്ന പേര് ഉപയോഗിക്കപ്പെട്ടത്. തേരാളി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് അർജുനന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യാൻ വൈമുഖ്യം കാണിക്കാത്തതിനാൽ അദ്ദേഹത്തെ വീഴ്ചയില്ലാത്തവൻ, ചുതി പറ്റാത്തവൻ, അച്യുതൻ എന്ന് അഭിസംബോധന ചെയ്യുന്നു. തന്റെ ഭക്തന്റെ തേരാളിയാകാൻ സമ്മതിച്ചതുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമുന്നത സ്ഥിതിക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഏതു നിലയിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണ്, സർവേന്ദ്രിയങ്ങൾക്ക് ഈശ്വരനുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ഹൃഷികേശൻ എന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നു. ഭഗവാനും തന്റെ ഭക്തനുമായുള്ള ബന്ധം ദിവ്യവും സുമധുരവുമാണ്. ഭക്തൻ എപ്പോഴും ഭഗവത് സേവനത്തിനൊരുക്കമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ ഭക്തന് ഏതുവിധമെങ്കിലും സഹായമരുളാൻ ഒരു അവസരം പ്രതീക്ഷിച്ചു കൊണ്ടുമിരിക്കുന്നു. ഭക്തന്മാരോട് ആജ്ഞാപിക്കുന്നതിനേക്കാൾ ശുദ്ധഭക്തന്മാരുടെ ആജ്ഞകൾ നിറവേറ്റുന്നതിലാണ് ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുന്നത്. അദ്ദേഹം പ്രഭുവായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന്റെ ചൊൽപ്പടിക്ക് നീങ്ങുന്നു. ഭഗവാനോട് ആജ്ഞാപിക്കത്തക്ക വിധത്തിൽ ഉന്നതനായി ആരുമില്ല. ഒരു സാഹചര്യത്തിലും ചുതി സംഭവിക്കാത്ത പ്രഭുവാണെങ്കിലും ഒരു പരിശുദ്ധ ഭക്തൻ തന്നോട് ആജ്ഞാപിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ദിവ്യാനുഭൂതി അനുഭവിക്കുന്നു. ഉത്തമ ഭക്തൻ എന്ന നിലയിൽ അർജുനന് തന്റെ സഹോദരന്മാരോടും ബന്ധുക്കളോടും യുദ്ധം ചെയ്യുന്നതിൽ താല്പര്യമുണ്ടായിരുന്നില്ല. ദുര്യോധനന്റെ പിടിവാശി മൂലം സമാധാനപൂർവമായ ഒരു ഒത്തുതീർപ്പിനും വഴി കാണാതെ വന്നതുകൊണ്ട് അദ്ദേഹം അതിന് പ്രേരിതനായെന്നേയുള്ളൂ. അതുകൊണ്ടാണ് യുദ്ധരംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത് ആരെല്ലാം എന്നറിയാൻ അർജുനൻ ഇത്രയും ഉത്കണ്ഠ കാട്ടിയത്. പോർക്കളത്തിൽ എത്തിയ ശേഷം ഒരു ഒത്തുതീർപ്പിന്റെ പ്രശ്നമേ ഇല്ല. എങ്കിലും അവരെയെല്ലാം ഒന്നും കൂടി കാണാനും അനാവശ്യമായ ഈ യുദ്ധത്തിന്റെ കാര്യത്തിൽ അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ടെന്നറിയാനും അർജുനൻ ആഗ്രഹിച്ചു. തന്റെ മനസ്സില് ഉടലെടുത്തിട്ടുള്ള ആ ആഗ്രഹം അദ്ദേഹം അച്യുതനോട്, ഗോവിന്ദനോട് പറഞ്ഞു. എന്താണ്? സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയ. അല്ലയോ അച്യുത, ചുതി പറ്റാത്തവനെ, വഴുതി പോകാത്തവനെ. കാരണം രണ്ട് സൈന്യങ്ങളുടെയും ഉഭയോർ സേനയോർ മധ്യേ, രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിൽ നടുവിൽ കൊണ്ടു നിർത്താനാണ് അർജുനൻ ആവശ്യപ്പെട്ടത്. ഇപ്രകാരം സൈന്യങ്ങളുടെ രണ്ട് സൈന്യങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ് അസ്ത്രങ്ങളെല്ലാം പ്രയോഗിക്കുവാനായിട്ട്. ഇനി ഏതു നിമിഷവും അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും എല്ലാം പ്രയോഗിക്കപ്പെടും. ആ സമയത്ത് രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ എതിർപക്ഷത്തുള്ള കൗരവാദി ആളുകള് ചിലപ്പോ അസ്ത്രം പ്രയോഗിച്ചാലോ, ഇദ്ദേഹത്തിന് പരിക്ക് പറ്റിയാലോ, മരണമടഞ്ഞാലോ എന്നൊരു ശങ്ക ചിലപ്പോ ആളുകൾക്ക് ഉണ്ടാവും. ഈ ഒരു ശ്ലോകം ഞാൻ ഒരു സ്ഥലത്തെടുത്ത സമയത്ത് ഒരു കുട്ടി പറഞ്ഞു, എന്തു പണിയെ കാണിച്ചത് അച്യുതൻ, അല്ലെങ്കിൽ എന്തു പണിയെ കാണിച്ചത് അർജുനൻ? നോക്കൂ, എല്ലാവരും അവരവരുടെ അസ്ത്രങ്ങളും ഗദകളും കടാരകളും കത്തികളും വാളും ശൂലവും കുന്തവും എല്ലാം എടുത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ കക്ഷി രണ്ട് സൈന്യത്തിന്റെയും നടുവിലേക്ക് കൊണ്ടു ചെല്ലാനായിട്ട് പറഞ്ഞത്. ആരെങ്കിലും ചിലപ്പോ അസ്ത്രം അയച്ചാലോ അല്ലെങ്കിൽ ശൂലമോ വേലോ കുന്തമോ എന്തെങ്കിലും എറിഞ്ഞാലോ എന്ന് ചോദിച്ചു. അപ്പോ പറഞ്ഞു, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇവിടെ ഗോവിന്ദനെ, പാർത്ഥസാരഥിയെ അച്യുത എന്നാണ് അഭിസംബോധന ചെയ്തത്. വീഴ്ച വരുത്താത്തവൻ, വഴുതി പോകാത്തവൻ, നമ്മെ കൈപ്പിടിച്ച് ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നവൻ. അത് എത്തുന്നത് വരെ നമ്മുടെ കൈവിടില്ല. അല്ലെങ്കിൽ നമ്മളെ ഒരു സ്ഥലത്ത് ഒരു കുഴിയിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ചെളിയിലോ ഒന്നും വീഴ്ത്തിയിടില്ല. അതാണ് ചുതി പറ്റാത്തവൻ, ചുതി പറ്റിക്കാത്തവൻ. അല്ലെ? സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവും. ചിലപ്പോൾ സാഹചര്യം വരുമ്പോഴോ
നമ്മളെ തള്ളി പറയും, അല്ലെങ്കിൽ നമ്മളെ ഒഴിവാക്കും ഗ്രൂപ്പിൽ നിന്ന്, പിന്നെ നമ്മളോട് സംസാരിക്കാതെയാവും, നമ്മളെ കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞു വരുത്തും. പക്ഷെ ഇവിടെ ഭഗവാൻ എന്നറിയപ്പെടുന്ന പരമാത്മാവായിട്ടുള്ള സുഹൃത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല അത്രേ. അതുകൊണ്ടാണ് അച്യുതൻ, വീഴ്ച പറ്റാത്തവൻ. അദ്ദേഹത്തിനും വീഴ്ച പറ്റില്ല, അദ്ദേഹത്തിന്റെ കൂടെയുള്ള നമ്മളെയും വീഴ്ച പറ്റാനായിട്ട് സമ്മതിക്കില്ല. അപ്പോ ഇവിടെ ശ്രേയസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരിക്കലും നമ്മുടെ ധനത്തിനെ കുറിച്ചോ പദവിയെ കുറിച്ചോ അധികാരത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടല്ല, പ്രേയസിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. ആലോചിക്കണേ, ഹരേ കൃഷ്ണയിൽ വന്നതിന് ശേഷം എനിക്ക് കുറച്ച് ധനനഷ്ടം വന്നു, മാനനഷ്ടം വന്നു എന്നൊക്കെ പറയും ആൾക്കാർ. മനസമാധാനം നഷ്ടപ്പെട്ടു. പക്ഷെ അതെല്ലാം ശ്രേയസിലേക്കുള്ള മാർഗങ്ങളായിട്ട് വേണം നമുക്ക് കരുതുവാനായിട്ട്. കാരണം ചൂടും തണുപ്പ് ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുമോ? ലാഭം നഷ്ടം ഒരുമിച്ച് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം പ്രേയസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ ശ്രേയസ് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ശ്രേയസ്. കാരണം അർജുനൻ കുറച്ചു കഴിഞ്ഞിട്ട് ഇനി പറയാൻ പോകുന്നത് യസ് ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം. അല്ലയോ കൃഷ്ണ ഗോവിന്ദ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. എനിക്ക് ശ്രേയസനായിട്ട് ആവശ്യമുള്ളത് അങ്ങ് നല്ല പോലെ ഉപദേശിച്ചു തന്നാലും ഞാൻ അങ്ങയെ അതാ സർവാത്മനാ ശരണം പ്രാപിക്കുന്നു എന്ന്. അപ്പോ ശ്രേയസാണ് നമുക്ക് വേണ്ടത്, പ്രേയസല്ല. പ്രേയസൊക്കെയും എന്താണ്, നിസാരമാണ്, ലളിതമാണ്, തുച്ഛമാണ്. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ശ്രേയസ് അങ്ങനെയല്ല. മുക്തി, മോക്ഷം, പരമപദപ്രാപ്തി, ഗോലോക വൃന്ദാവന പ്രാപ്തി, വൈകുണ്ഠ പ്രാപ്തി, ഇതെല്ലാം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുന്ന അച്യുതൻ നമ്മളെ ശ്രേയസിലേക്ക് കൊണ്ടുപോകുന്നവനാണ്, വഴിതെറ്റിക്കാത്തവനാണ്, നമ്മളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാത്തവനാണ്. അപകടം കൂടാതെ ആ രണ്ട് സൈന്യങ്ങളുടെ നടുവിലേക്ക് കൊണ്ടുപോകുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാന്റെ 18 പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചുവെങ്കിലും ഇവിടെ അച്യുതൻ എന്ന പേര് ഈ ശ്ലോകത്തില് വേദവ്യാസ മഹർഷി ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ച്യുതി പറ്റാത്തവനെ, നിന്നെ എനിക്ക് വിശ്വാസമാണ്. അർജുനൻ പറയാ, താങ്കൾ എനിക്ക് വിശ്വാസമാണ്. കാരണം താങ്കൾ എൻ്റെ ബന്ധുവാണ്, എൻ്റെ അമ്മായിയുടെ മകനാണ്, എൻ്റെ അളിയനാണ്, എൻ്റെ സുഹൃത്താണ്, സഖാവാണ്, അല്ലെ? അതുകൊണ്ട് താങ്കൾ എന്നെ പാതി വഴിയിൽ ഉപേക്ഷിക്കില്ല, അപകടത്തിലേക്ക് തള്ളിവിടുകയില്ല. താങ്കൾ എപ്രകാരമാണ് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നത്, അപ്രകാരം തന്നെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരികയും. നോക്കൂ, അർജുനന് ഭഗവാനോടുള്ള വിശ്വാസം നോക്കൂ, ഇപ്രകാരമായിരിക്കണം, അല്ലെ? ഒരു ഡ്രൈവറിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. നമ്മുടെ വണ്ടി ഓടിക്കുന്ന സമയത്ത്, ഓട്ടോ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ഫ്ലൈറ്റ് ആയിക്കോട്ടെ, അല്ലെ? നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ഉറങ്ങും. എന്താ കാരണം? ആ പൈലറ്റ് സുരക്ഷിതമായിട്ട് നമ്മളെ എത്തിക്കുമെന്നറിയാം. ട്രെയിനിൽ രാത്രി നമ്മൾ സുഖമായിട്ട് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങും. എന്താ കാരണം? ആ ഓട്ടോ പൈലറ്റ്, ലോക്കോമോട്ടീവ് പൈലറ്റ് നമ്മളെ സുരക്ഷിതമായിട്ട് എത്തിക്കും, അല്ലെ? അതുപോലെ നമ്മളില് ആ ഡ്രൈവറെ, നമ്മുടെ ജീവിതത്തിന്റെ ആ സാരഥിയായിട്ടുള്ള മാർഗനിർദ്ദേശ വ്യക്തിയായിട്ടുള്ള ആധ്യാത്മിക ഗുരുവിനെയും ശിക്ഷാഗുരുവിനെയും ദീക്ഷാഗുരുവിനെയും ഭഗവാനെയും ആധ്യാത്മിക ഗ്രന്ഥത്തെയും ആധ്യാത്മിക ആചാര്യന്മാരെയും എല്ലാവരെയും നമ്മൾ വിശ്വസിച്ചേ മതിയാവൂ. ദൃഢവിശ്വാസം, പൂർണ്ണവിശ്വാസം, ശ്രദ്ധ എന്ന് പറയും സംസ്കൃതത്തില്. ഇപ്രകാരമുള്ള പൂർണ്ണമായിട്ടുള്ള ദൃഢവിശ്വാസമാണ് അർജുനന് ഭഗവാനിലുള്ളത്. അപ്പൊ അതുകൊണ്ട് താങ്കൾ എന്ത് ചെയ്യണം? രഥം സ്ഥാപയ, അല്ലയോ അച്യുത, എന്റെ രഥത്തെ അങ്ങ് സ്ഥാപിച്ചാലും കൊണ്ടുപോയിട്ട് നിർത്തിയാലും എവിടെയാണ്? ഉഭയോർ സേനയോർ മധ്യേ, രണ്ട് സൈന്യങ്ങളുടെയും നടുവില്, നമ്മുടെ സൈന്യത്തിന്റെയും പാണ്ഡവ സൈന്യത്തിന്റെയും കൗരവ സൈന്യത്തിന്റെയും നടുവില് മധ്യഭാഗത്ത് കൊണ്ടുപോയിട്ട് നിർത്തും. എന്തിനാ നിർത്തണത്? യാവതേ താൻ നിരീക്ഷേഹം അഹം നിരീക്ഷ, എനിക്ക് നിരീക്ഷിക്കണം, അല്ലെ? വാന നിരീക്ഷകര്, പക്ഷി നിരീക്ഷകര്, ഭൂമി നിരീക്ഷകര്, അയൽ വീട്ടിലെ കാര്യങ്ങൾ നിരീക്ഷിക്കുന്നവര്, അങ്ങനെ കുറെ നിരീക്ഷകന്മാരുണ്ട്. ഇപ്രകാരം നിരീക്ഷിക്കണം, നല്ല പോലെ വിശദീകരിക്കണം. വെറുതെ ഇങ്ങനെ കണ്ടിട്ട് പോരല്ല. അതെന്താ അങ്ങനെ, അത് എന്താ കളറ്, അതിന്റെ വലിപ്പം എത്ര, അതിന്റെ ഗുണം എത്ര, അതിന്റെ നല്ല ഭാഗങ്ങള്, മോശഭാഗങ്ങള്, ഇങ്ങനെ എല്ലാത്തിനെയും തലനാരിഴ കീറി വിശദീകരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? നിരീക്ഷണം എന്ന് പറയുന്നത്, അല്ലെ? നാമഹട്ടകളെ നിരീക്ഷിക്കുന്നവരുണ്ട്. മറ്റുള്ള നാമഹട്ടിൽ എന്താ നടക്കണം, ഇവിടെ എന്താ നടക്കണം, അവിടെ ആരാ ക്ലാസ് എടുത്തത്, അവിടെ ആരാ കീർത്തനം പറയുന്നത്, അങ്ങനെ നിരീക്ഷിക്കുന്നവർ, അങ്ങനെ പല വിധത്തിലുള്ള നിരീക്ഷകന്മാരുണ്ട്. ഇവിടെ എനിക്ക് നിരീക്ഷിക്കണം. എന്താണ്? യാവതേ താൻ, എല്ലാവരെയും നിരീക്ഷിക്കണം. എന്റെ സൈന്യത്തിലുള്ള ആളുകളെയും
അവരുടെ സൈന്യത്തിലുള്ള 2 സൈന്യത്തിലുള്ള ആളുകളെയും എനിക്ക് നിരീക്ഷിക്കണം. കാരണം 12-13 വർഷമായിട്ട് യാതൊരു ബന്ധമില്ല നാടുമായിട്ട്. 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസവും. അതുകൊണ്ട് ആരൊക്കെയാണ് തന്റെ സൈന്യത്തിലുള്ളതെന്നും ആരാണ് എതിർ സൈന്യത്തിലുള്ളതെന്നൊന്നും അധികം വ്യക്തമല്ല. ചെറിയൊരു ഐഡിയ ഉണ്ട്, പക്ഷെ പൂർണ്ണമായിട്ടുള്ള ഒരു വ്യക്തതയില്ല. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ല അത് മനസ്സിൽ ഉറച്ചു നിൽക്കും. അല്ലെ, നമ്മുടെ നാമഹട്ടയിൽ വരുന്നത് ആരൊക്കെയാണ്, മറ്റുള്ള നാമഹട്ടയിൽ നിന്ന് വന്നിരിക്കുന്നവർ ആരൊക്കെയാണ്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ബ്രഹ്മോത്സവത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ. അതുപോലെ ഇവിടെ ഈ കുരുക്ഷേത്ര യുദ്ധക്കളത്തില് എന്റെ കൂടെ എനിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാൻ വന്നവരും എതിർപക്ഷമായിട്ടുള്ള ശത്രുപക്ഷമായിട്ടുള്ള കൗരവാദികൾക്ക് സഹായം ചെയ്യാനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ഒരുങ്ങി വന്നവരും എന്താ പറയണത്, യോധുകാമാൻ അവസ്ഥിതാൻ. യോധുകാമാൻ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ട്, ആസക്തിയോട് കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ. എന്തിനാ ആസക്തിയോട് കൂടിയിട്ട് യുദ്ധം ചെയ്യാൻ വരുന്നത്? സ്വർഗലോകത്തിൽ എത്തിച്ചേരാൻ, വീരക്ഷത്രിയന്മാർക്ക് എത്തിച്ചേരാനായിട്ടുള്ള അസ്വർഗലോകത്തിൽ എത്തിച്ചേരാൻ. ഇപ്രകാരമുള്ള മഹത് യുദ്ധങ്ങൾ മനസ്സോടെ കൂടിയിട്ട് പിന്തിരിഞ്ഞു പോകാതെ പോരാടി മരണം വരിക്കുകയാണെങ്കിൽ അവരവിടെ എത്തിച്ചേരും, സ്വർഗലോകത്തിൽ. ഈ ഭഗവത്ഗീത ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ഈ കുരുക്ഷേത്ര യുദ്ധഭൂമിയുടെ പ്രത്യേകത എന്താണ്? ആരാണ് ഇവിടെ യുദ്ധത്തിൽ മരിക്കുന്നത്, അസുഖം വന്ന് മരിക്കുന്നത്, അല്ലെ, വാർദ്ധക്യം വന്ന് മരിക്കുന്നത്, അത് അത് ആരായാലും, മനുഷ്യനായാലും യോദ്ധാവായാലും അല്ലെങ്കിൽ മറ്റാരായാലും അവരെവിടെ എത്തിച്ചേരും? സ്വർഗഭൂമിയിൽ എത്തിച്ചേരും. ദേവേന്ദ്രൻ വരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഭാരതത്തിന്റെ അംഗം വംഗം കലിംഗം ചോളം നിഷാദം ഗാന്ധാരം കാശ്മീരം മലയ എല്ലാ സ്ഥലത്തു നിന്നും വന്നിട്ടുണ്ട് ആൾക്കാർ യുദ്ധത്തില്. ഭാരതത്തില് ഉള്ള പ്രായപൂർത്തിയായിട്ടുള്ള എല്ലാവരും തന്നെ, ഒട്ടുമുഖ്യ രാജാക്കന്മാരും സാമന്ത രാജാക്കന്മാരും മഹാരാജാക്കന്മാരും യോദ്ധാക്കളും എല്ലാവരും വന്നിട്ടുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമേ മാറി നിന്നിട്ടുള്ളൂ. രുക്മി, അല്ലെ, പിന്നെ വിതുരര്, അങ്ങനെയുള്ള ബലരാമൻ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ മാറി നിന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും യോധുകാമാൻ, യുദ്ധം ആഗ്രഹിച്ചുകൊണ്ടാണ് അവസ്ഥിതാൻ ഇവിടെ നിലനിൽക്കുന്നത്. ഇങ്ങനെ യുദ്ധം ആഗ്രഹിച്ചുകൊണ്ട് മരണത്തെ വരിച്ചുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ ഞാൻ നല്ല പോലെ നിരീക്ഷിക്കുന്നത് വരെ അങ്ങ് അച്യുത എന്റെ രഥത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലും. എന്നിട്ടോ കൈർമയാ സഹയോധവ്യം. കൈ ആരോട് കൂടിയിട്ടാണ്, ഏത് വ്യക്തികളോട് കൂടിയിട്ടാണ്? അസ്മിൻ രണം, ഞാൻ യുദ്ധം ചെയ്യേണ്ടത്. യോധവ്യം, ഇത് ചെയ്യപ്പെടേണ്ടതാണ്. നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കേണ്ട വസ്തുതകളുണ്ട്. കൈർമയാ സഹയോധവ്യം അസ്മിൻ രണസമുദ്യമേ. രണസമുദ്യമേ, ഇവിടെ രണത്തില് യുദ്ധത്തില് പങ്കെടുക്കുവാനായിട്ട് ഞാൻ വന്നിരിക്കുന്നു. ഞാൻ ആരോട് കൂടിയിട്ടാണ്? അസ്മിൻ യോധവ്യം, ഞാൻ ആരോട് കൂടിയിട്ടാണ് യുദ്ധം ചെയ്യേണ്ടത്? അവരെ എനിക്ക് നിരീക്ഷിക്കണം. ആരോട് കൂടിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യുന്നത്? അവരെയും എനിക്ക് നിരീക്ഷിക്കണം. രണസമുദ്യമേ, ഇത് ധർമ്മയുദ്ധമാണ്, ചെയ്യപ്പെടേണ്ടതായിട്ടുള്ള യുദ്ധമാണ്, ഒഴിവാക്കാൻ പാടില്ലാത്ത യുദ്ധമാണ്, ധർമ്മയുദ്ധമാണ്, ധർമ്മത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, സത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അവകാശങ്ങൾ പിടിച്ചു പറ്റാനുള്ളതാണ്, മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനുള്ളതല്ല. അതാണ് രണസമുദ്യമം എന്ന് പറയുന്നത്. കാരണം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ, വേണ്ട അത്രയും വേണ്ട, 5 മിനിറ്റ് കഴിഞ്ഞാൽ ഈ കക്ഷി തന്നെ പറയുന്നുണ്ട്, അഹോ ബദമഹത് പാപം കർത്തും വ്യവസിധാവയം. ഗോവിന്ദ, നമ്മൾ മഹാപാപം ചെയ്യാനല്ല വന്നിരിക്കുന്നത്, എന്തിനായി യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്? അങ്ങനെയുള്ള ഒരു അർജുനനെ, ഒരു മനോരോഗിയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഹിസ്റ്റീരിയ ബാധിച്ച് മമത്വബോധത്താൽ ആവേശിച്ച് വിഷാദമൂകനായിരിക്കുന്ന, അതിതൊക്കെയും വിളിച്ചു പറയുന്ന, പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു അർജുനനെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ രണസമുദ്യമം ധർമ്മയുദ്ധമാണ്, ചെയ്യപ്പെടേണ്ടതാണ്, ഒരു ക്ഷത്രിയന് അവകാശപ്പെട്ടതാണ്, അല്ലെ. ആ ക്ഷത്രിയനായിട്ടുള്ള ആളുകൾക്ക് രജോ ഗുണമാണ്, അവന് പദവി വേണം, അവന് രാജ്യം വേണം, അവന്റെ രാജ്യം വിസ്തൃതമാക്കുവാൻ വേണ്ടിയിട്ട് അവൻ പലതും ചെയ്യും. അതിലൊന്നും യാതൊരു തെറ്റില്ല. കാരണം എന്താണ്? അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. 18-ാം അധ്യായത്തില്
ക്ഷത്രിയന്റെ ഗുണങ്ങളെല്ലാം പറയുന്ന സമയത്ത് ശൗര്യം തേജോ ധൃതിർദാഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനം ഈശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ഒരു ക്ഷത്രിയന്റെ രജോ ഗുണത്തിലുള്ള ഒരു ക്ഷത്രിയന്റെ ആ ഗുണങ്ങളും കർമ്മങ്ങളും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ യുദ്ധത്തിൽ പങ്കെടുത്തേ മതിയാവൂ, യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല, കർത്തവ്യം ചെയ്തേ മതിയാവൂ, കർത്തവ്യത്തിൽ നിന്ന് തന്റെ കർമ്മയോഗത്തിൽ നിന്ന് ഒരിക്കലും മാറരുത്, ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ആരോട് കൂടിയിട്ടാണ് ഞാൻ യുദ്ധം ചെയ്യപ്പെടേണ്ടത്, ചെയ്യുന്നത് അത് രണസമുദ്യമമാണ് എന്ന് പറയുന്നുണ്ട്. വളരെ വിശേഷപ്പെട്ടതാണ്. ഇവിടെ അസ്മിൻ യോധുകാമാൻ അവസ്ഥിതാൻ അസ്മിൻ യോധവ്യം. കാരണം ഇപ്പോഴും ശത്രുപക്ഷത്തെ നോക്കിയിട്ട് കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ആരാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇപ്പോഴും ദുര്യോധനനെയും ദുശാസനെയും ശകുനിയെയും എല്ലാവരെയും ശത്രുഭാവത്തിലാണ് കാണുന്നത്. മുത്തച്ഛനെയും ദ്രോണാചാര്യരെയും കൃപാചാര്യരെയും തന്റെ ശത്രുവായിട്ടുള്ള ദുര്യോധനനെയും ദുശാസനെയും അവർക്ക് കൂട്ടുപിടിക്കുന്ന ഓരോ സമാന തൂവൽപക്ഷികളെയും ശത്രുഭാവത്തിലാണ് കാണുന്നത്. യാതൊരു വ്യത്യാസമില്ല. നേരത്തെ പറഞ്ഞു തന്റെ ധനുസ്സെല്ലാം വളച്ച് ഉദ്യമഹ, ആ ഗാണ്ഡീവത്തെ ധനുരുദ്യമൻ ഗാണ്ഡീവത്തെയെല്ലാം വളച്ച് ഞാണെല്ലാം കെട്ടി അതിന്റെ ശക്തിയെല്ലാം പരീക്ഷിച്ചിട്ടാണ്, എല്ലാം കവചങ്ങളെല്ലാം ഉറകളെല്ലാം ധരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം യുദ്ധസമാനം യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കാഷായ വസ്ത്രം ധരിച്ചിട്ടല്ല, വെള്ളവസ്ത്രം ധരിച്ചിട്ടല്ല. ഇവിടെ പൂർണ്ണമായിട്ടും ഒരു ക്ഷത്രിയന് വേണ്ട സകല ഗുണങ്ങളോടും സകല വീര്യത്തോടും സകല പ്രാപ്തിയോടും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം 2-3 ദിവസം മുന്നേക്ക് സമൂഹ മാധ്യമത്തിൽ കണ്ടു അല്ലെ, ആ ഹിന്ദുക്കൾ എന്തൊക്കെയാണ്, ഹിന്ദുക്കളെ കുറിച്ചൊരു വിലയിരുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ. പാമ്പിനെ തലയിലിട്ട് നടക്കുന്നവൻ, കഴുത്തിൽ തലയിലിട്ട് നടക്കുന്നവൻ, അവനെ ആരാധിക്കുന്നു അല്ലെ. 2 ആണുങ്ങളിൽ നിന്ന് 2 പുരുഷന്മാരിൽ നിന്ന് ജനിച്ചിട്ടുള്ള അയ്യപ്പനെ ആരാധിക്കുന്നു, ആനയുടെ തലയുള്ള ഗണപതിയെ ആരാധിക്കുന്നു, സർപ്പങ്ങളെ ആരാധിക്കുന്നു, കല്ലിനെ ആരാധിക്കുന്നു. വിഡ്ഢികളല്ലേ. അത് കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്ന അർജുനനെ അവന്റെ തലയിൽ വിഷമെല്ലാം കുത്തിവെച്ച് അവന്റെ മനസ്സിലും ഹൃദയത്തിലുമെല്ലാം കുത്തിവെച്ച് അവന് നല്ലവരായിട്ടുള്ള ദുര്യോധനനെയും കർണനെയും എല്ലാം ഉപദ്രവിക്കാനായിട്ട് വിടുന്നു. ഇങ്ങനെ കുറെ കർണനെയും ദുര്യോധനെയും ഒക്കെ നല്ല ആളുകളായിട്ടാണ്, കാരണം ദാനധർമാദികൾ ചെയ്യുന്നവരാണ്, രാജാക്കന്മാരാണെന്നൊക്കെ പറയുന്നത്. അപ്പോ നല്ല ആളുകൾ ആരൊക്കെയാണ് നല്ല ആളുകൾ എന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഹിന്ദുക്കളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് സനാതനധർമ്മത്തിന്റെ മൂല്യം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തികളെയെല്ലാം ഇടിച്ചു താഴ്ത്തുവാനും പതുക്കെ പതുക്കെ യുവതലമുറയിലേക്ക് വിഷം കുത്തിവെക്കാനും കുറെ സമൂഹത്തിൽ കുറെ ക്ഷുദ്രജീവികൾ ഇറങ്ങിയിട്ടുണ്ട്. വളരെ സൂക്ഷിക്കണേ. പലരും പല മെസ്സേജുകളും എനിക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട്, കർണനെ കുറിച്ച്, ദുര്യോധനനെ കുറിച്ച്, ഏകലവ്യനെ കുറിച്ചിട്ടൊക്കെ. പക്ഷെ അതെല്ലാം നമ്മൾ തള്ളിക്കളയാം. കാരണം ശാസ്ത്രം അംഗീകരിച്ചിട്ടില്ല. എവിടെയാണ് ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്? എവിടെയാണ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയൂ, അങ്ങനെ അംഗീകരിക്കാം. തസ്മാ ശാസ്ത്രം പ്രമാണം തേ. ഞങ്ങള് പ്രമാണമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ശാസ്ത്രങ്ങളാണ്. മുനിമാര്, മഹർഷിമാര്, ഋഷിമാര്, യോഗികള്, ഇവരെല്ലാം എഴുതിയവര്, അല്ലാണ്ട് കലാസാംസ്കാരിക നായകന്മാർ എഴുതിയിട്ടുള്ളതല്ല. അവർക്ക് പലതും പറയാം. അവർക്ക് പൈസ കിട്ടി കഴിഞ്ഞെന്ന് വെച്ചാൽ ഈ പറഞ്ഞിട്ടുള്ള നായകന്മാര് പലതും വിളിച്ചു പറയും. അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല. നമ്മുടെ ആചാര്യന്മാര്, നമ്മുടെ മഹർഷിമാര്, സത്യം കണ്ടെത്തിയിട്ടുള്ള മുനിമാര്, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള അത് നമ്മൾ അംഗീകരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കണേ. കാരണം വളരെ കൂടുതൽ നാളുകളായിട്ട് അത് വർദ്ധിച്ചു വരാണ്, യുവതലമുറയെ വഴിതെറ്റിക്കാൻ. അപ്പൊ ഇവിടെ നമ്മുടെ ആ റോൾ മോഡലായിട്ടുള്ള, നമ്മുടെ പ്രതിപുരുഷനായിട്ടുള്ള, നമ്മുടെ ഹീറോ ആയിട്ടുള്ള അർജുനൻ യുദ്ധം ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അവന്റെ വേഷഭൂഷാദികളും അവന്റെ മനസ്സിന്റെ ആ അവസ്ഥയും എല്ലാം യുദ്ധം ചെയ്യുവാൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഈ ശ്ലോകം വരയ്ക്കും നമുക്ക് മനസ്സിലായി. എന്നിട്ട് അടുത്തേല് പറയാണ് ശ്ലോകം 23 യോസ്ത്യമാനാനവേഷേഹം യാ ഏതേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയ ചികീർഷവഃ. വിവർത്തനം, ട്രാൻസ്ലേഷൻ. അല്ലയോ ഗോവിന്ദ, ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം, പർപ്പട്ട്. ഭാവാർത്ഥം എഴുതിയ അഭയചരണ അരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്.
ദുര്യോധനൻ തന്റെ പിതാവായ ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ സഹായത്തോടെ പാണ്ഡവരുടെ രാജ്യം കൈയടക്കാൻ കുടിലതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്നത് ഏവർക്കും അറിയാവുന്ന ഒരു രഹസ്യമാണ്. അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഒരേ വിധം തൂവലുള്ള പക്ഷികൾ അഥവാ സമാന ചിന്താഗതിയുള്ളവർ ആയിരിക്കും. ആരെല്ലാം എന്നറിയാൻ മാത്രമാണ്, അല്ലാതെ അവരുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കാനല്ല യുദ്ധകളത്തിൽ വെച്ച് അർജുനൻ ആ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ചത്. താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു. അങ്ങനെ നമ്മുടെ രണ്ട് സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ടുപോയിട്ട് നിർത്തൂ നമ്മുടെ രഥത്തെ, ആ ഭദ്രമായിട്ടുള്ള നന്ദിഘോഷരഥത്തെ നിർത്തൂ, എനിക്ക് അവരെയെല്ലാം കാണണം. യോസ്ത്യമാനാൻ അഹം അപേക്ഷ, യുദ്ധം ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഞാൻ കാണട്ടെ. എന്റെ സൈന്യത്തിലുള്ള ആളുകളുടെയും എന്റെ സൈന്യത്തിന്റെയും ബലം എനിക്കറിയണം, ശത്രു സൈന്യത്തിന്റെയും ബലം എനിക്കറിയണം. നോക്കൂ, ഇവിടെ തന്റെ സൈന്യത്തിന്റെ 1.5 ഇരട്ടിയുണ്ട്. അവിടെ മഹാരഥന്മാരും കൂടുതലാണ്, അല്ലെ? പക്ഷെ ഒരു ഒത്തൊരുമ, അല്ലെങ്കിൽ എല്ലാവരും സർവ്വസൈന്യാധിപൻ പറഞ്ഞത് അനുസരിക്കുന്ന ആ ഒരു ഗുണം, അതൊക്കെ ആരിൽ മാത്രമേ ഉള്ളൂ? ഇവിടെ സത്വഗുണ സമ്പന്നരായിട്ടുള്ള പാണ്ഡവരിൽ മാത്രമേ ഉള്ളൂ. എന്നാലും ആ വർദ്ധിച്ച സൈന്യബലമെല്ലാം കണ്ട് അവരെയെല്ലാം എനിക്ക് തോൽപ്പിക്കാൻ സാധിക്കുമെന്ന ദൃഢവിശ്വാസത്തോടു കൂടിയിട്ട്, ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് അർജുനൻ ഇപ്പോഴും നിൽക്കുന്നത്. പതറിയിട്ടില്ല അദ്ദേഹം. കാരണം ബന്ധുമിത്രാദികളെ കണ്ട് മമത്വബോധത്താല് ആ ഒരു മനോരോഗം വന്നപ്പോ ചെറിയൊരു ഗ്ലാനി ഉണ്ടായി എന്നല്ലാതെ അദ്ദേഹത്തിന്റെ ശക്തിക്കോ ബലത്തിനോ ആത്മവിശ്വാസത്തിനോ ഒരിക്കലും ഒരു ചുതി അല്ലെങ്കിൽ ഒരു കുറവ് 1% പോലും ഉണ്ടായിട്ടില്ല എന്ന് അവസാനത്തിന്റെ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, അല്ലെ? കരുഷ്യേ വചനം തവഹ, അങ്ങയുടെ വാക്കുകൾ ഞാൻ അംഗീകരിക്കാം. പാർത്ഥസാരഥിയെ, ഗോവിന്ദ, രഥത്തെ മുത്തച്ഛന്റെ മുന്നിലേക്ക് തന്നെ ആദ്യം വിടൂ എന്ന് പറയുന്നുണ്ട്. അപ്പോ ആ ധൈര്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന് നമുക്ക് ഭഗവത്ഗീതയുടെ അവസാന ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഏതേ അത്ര സമാഗതാഹ, അതാ സമാഗതമായിരിക്കുന്ന എല്ലാവരെയും ഞാനൊന്ന് കാണട്ടെ. കൂടുതലും ആരെയാണ് കാണേണ്ടത്? ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികീർഷവഃ, ദുർബുദ്ധിയായിട്ടുള്ള ധൃതരാഷ്ട്രപുത്രന്മാരുടെ പ്രിയം ഇച്ഛിച്ചുകൊണ്ട് അവർക്ക് സേവകന്മാരായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്നും ചിന്തിക്കാതെ ചെയ്യുന്ന സമാന ചിന്താഗതിയുള്ള ദുർബുദ്ധിയായിട്ടുള്ള ആ ദുര്യോധനന് സേവ ചെയ്യാനായിട്ട് വന്നിരിക്കുന്ന അവരെ കൂടുതലൊന്ന് ഞാൻ കാണട്ടെ, എൻ്റെ ശത്രുക്കളെ ഞാൻ നല്ല പോലെ കാണട്ടെ. അത് കഴിയുന്നവരെ, നിരീക്ഷിക്കുന്നത് വരെ അങ്ങ് എൻ്റെ രഥത്തെ രണ്ട് സൈന്യത്തിന്റെയും നടുവില് സ്ഥാപിച്ചാലും അച്യുത. അപ്പൊ ഇവിടെ നോക്കൂ, ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധി, ഇപ്പോഴും ആ ശത്രുവിനോടുള്ള തന്റെ ആ ക്രോധം, വൈരാഗ്യം ഇതേവരേക്കും മാറിയിട്ടൊന്നുമില്ല, അല്ലെ? കുറച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട്, എന്റെ വല്യച്ഛന്റെ മക്കളല്ലേ ഗോവിന്ദ, അല്ലെ? എന്റെ കുടുംബക്കാരല്ലേ, ഞങ്ങളെല്ലാവരും ഒരു കുടുംബക്കാരല്ലേ, എങ്ങനെയാ അവരെ കൊല്ലാൻ പറ്റുക? എങ്ങനെയാ അവരെ നമുക്ക് ഉപദ്രവിക്കാൻ സാധിക്കുക? അവര് മരിച്ചു കഴിഞ്ഞാൽ എന്റെ വല്യമ്മയ്ക്കും വല്യച്ഛനൊക്കും ഭയങ്കര വിഷമാവില്ലേ? പിന്നെ എനിക്ക് അവരെ അഭിമുഖീകരിക്കാൻ സാധിക്കുമോ? എനിക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ? ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും എല്ലാം അവരുടെ രക്തം പുരണ്ട ആ ഭക്ഷണമാണല്ലോ ഞാൻ കഴിക്കുന്നത് എന്നുള്ളൊരു ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വേഗം വീട്ടിലേക്ക് തന്നെ പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇതുവരെയ്ക്ക് നോക്കൂ, ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധിയായിട്ടുള്ള, ബുദ്ധി കെട്ടവരായിട്ടുള്ള, അല്ലെ? ആ നല്ല ചിന്തയല്ലാതെ എപ്പോഴും മറ്റുള്ളവർക്ക് ദോഷം വരുത്തി വെക്കണമെന്നുള്ള, മറ്റുള്ളവരുടെ പൈസ അടിച്ചു മാറ്റണമെന്നുള്ള, മറ്റുള്ളവരുടെ ഭൂമിയും ഭാര്യയെയും മക്കളെയും എല്ലാം അടിച്ചു മാറ്റണമെന്നുള്ള ചിന്തയോടുകൂടിയവനായിട്ട്, ദുർബുദ്ധിയായിട്ട്, ബുദ്ധികെട്ടവനായിട്ട്, ഭഗവാൻ തന്നിട്ടുള്ള സത്യചിത്ത് ആനന്ദ സ്വരൂപനായിട്ടുള്ള അംശത്തിന്റെ ആ ചിത്തത്തെ, ആ നല്ല ബുദ്ധിയെ കെട്ടവരായിട്ടുള്ള ആളുകള്, ധാർത്തരാഷ്ട്രസ്യ, ധൃതരാഷ്ട്രപുത്രന്മാര്. ഇവിടെ നേരത്തെ പറഞ്ഞു, ധൃതം ഇതി രാഷ്ട്ര ധാർത്തരാഷ്ട്ര, രാഷ്ട്രത്തെ മുറുകെ പിടിച്ചിരിക്കുന്നവര്, രാഷ്ട്രത്തിന്റെ പൊതുമുതല്, രാഷ്ട്രത്തിന്റെ കസാര, രാഷ്ട്രത്തിന്റെ അധികാരം, ഇതെല്ലാം മുറുകെ പിടിച്ചിരിക്കുന്നവരായിട്ടുള്ള ദുര്യോധനാദികളെ എല്ലാം സഹായിക്കാൻ വന്നത് പ്രിയമിച്ഛിച്ചുകൊണ്ട്. സത്യത്തിൽ പ്രിയമിച്ഛിച്ചിട്ടല്ല വന്നിരിക്കുന്നത്, കാരണം വീട്ടിലിരുന്നാലും കൊല്ലും,
അപ്പൊ പിന്നെ അതിനേക്കാളും നല്ലത് ഇവിടെ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നിട്ട് വീരസ്വർഗം പ്രാപിക്കുന്നതല്ലേ. കാരണം ദുര്യോധനന്റെയും ദുശാസനന്റെയും സ്വഭാവം എല്ലാവർക്കും നല്ല പോലെ അറിയാം. എല്ലാവരോടും ഇപ്പൊ ലോകസഭയിലോ രാജ്യസഭയിലോ ഒക്കെ നമുക്ക് എന്തെങ്കിലും പ്രത്യേക ബില്ല് പാസ്സാകുമ്പോൾ വിപ്പ് കൊടുക്കും. എല്ലാവരും വരണം, എല്ലാ എംപിമാരും എല്ലാ MLA-മാരും രാജ്യസഭ MP-മാരും ലോകസഭ MP-മാരും എല്ലാം പങ്കെടുക്കണം. എന്നിട്ട് എല്ലാവരും അതാത് പാർട്ടിക്കാർ വിപ്പ് കൊടുക്കും. അതുപോലെ ഇവിടെ ദുര്യോധനനും ദുശാസനനും വിപ്പ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയാണ് ഇവിടെയുള്ളത്, ഞങ്ങളുടെ രാജ്യത്തുള്ളത്? എല്ലാവരും യുദ്ധത്തിൽ പങ്കെടുക്കണം, പങ്കെടുത്തില്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവരെ വധിക്കുന്നതാണ് എന്ന്. അതുകൊണ്ട് ഭയപ്പെട്ടിട്ട് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ചില ആളുകൾ ശരി സ്വമേധയാ വന്നിട്ടുണ്ട്, ചിലർ ഉണ്ട ചോറിന് നന്ദി കാണിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഈ ഭീഷ്മ പിതാമഹനും ദ്രോണാചാര്യരും കൃപാചാര്യരും ഒക്കെ അങ്ങനെ വന്നിട്ടുള്ള ആളുകളാണ്. ഇപ്പോ പല വിധത്തിലും ആളുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ അർജുനൻ വിചാരിക്കുന്നത് എന്താണ്? ആ ദുര്യോധനാദികൾക്ക് വേണ്ടിയിട്ട് പ്രിയം ഇച്ഛിച്ചിട്ട് അല്ലെ, അവനെ വാഴ്ത്തിപ്പുകഴ്ത്തുവാനായിട്ട് സ്വന്തം ജീവിതം ബലി കഴിപ്പിക്കാനായിട്ടാണ് പാവങ്ങൾ ഇവരെല്ലാം വന്നിരിക്കുന്നത്. എന്ത് കഷ്ടമാണെന്ന് നോക്കിയ അല്ലെ, ഞാൻ കാരണം ഇവരെല്ലാം മരിക്കാൻ പോകുകയാണല്ലോ. അങ്ങനെ ചെറിയ ചെറിയ ചിന്തകള് ആരില് ഉടലെടുക്കുവാനായിട്ട് ആരംഭിച്ചു? അർജുനനില് ഉടലെടുക്കുവാനായിട്ട് ആരംഭിച്ചു അല്ലെ. അങ്ങനെ ഒരു പ്രത്യേക ഒരു സാർജന നിൽക്കുന്നത്. ഇങ്ങനെ തന്റെ ഭക്തനായിട്ടുള്ള ആ അർജുനന്റെ വാക്ക് കേട്ടിട്ടുള്ള നമ്മുടെ പരമകാരുണ്യവാനായ പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ, അച്യുതൻ, ഗോവിന്ദൻ, ശ്രീകൃഷ്ണൻ പറഞ്ഞു, ശരി അങ്ങനെയാകട്ടെ, അങ്ങനെ ചെയ്യാം അല്ലെ. കാരണം ഭഗവാൻ ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാന് നിർദ്ദേശം നൽകുന്നതിനേക്കാളും ഇഷ്ടം മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുവാനാണ്. പ്രത്യേകിച്ചും ഭഗവാൻ ശ്രീകൃഷ്ണന് പാവം കഴിഞ്ഞ ജന്മത്തില് അവിടെ ജ്യേഷ്ഠനായിട്ട് വന്നു, ശ്രീരാമനായിട്ട് വന്നു. തൻ്റെ സഹോദരനാണ് ലക്ഷ്മണൻ. പാവം ലക്ഷ്മണൻ എപ്പോഴും ജ്യേഷ്ഠന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിന്നു. അപ്പോ അടുത്ത ജന്മം എടുക്കുമ്പോ ലക്ഷ്മണൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, കഴിഞ്ഞ ജന്മത്തില് അങ്ങ് ജ്യേഷ്ഠനായിരുന്നു, ഞാൻ അനിയനായിരുന്നു, ഇങ്ങനെ ഒരു റോളും എനിക്കില്ല, അങ്ങ് പറയണത് മുഴുവൻ കേൾക്കുക. ഇനി അടുത്തതില് ഞാൻ ചേട്ടനാവാം, ഞാൻ ജ്യേഷ്ഠനാവാം, നിങ്ങൾ ഒന്ന് അനിയനാവും, അപ്പൊ എന്റെ വിഷമെല്ലാം മനസ്സിലാവും എന്ന് പറഞ്ഞു. ശരി, ഭഗവാൻ പറഞ്ഞു അങ്ങനെയാകട്ടെ. അടുത്തതില് നമ്മുടെ ലക്ഷ്മണൻ ജ്യേഷ്ഠനായിട്ട്, ബലരാമൻ രാമേട്ടനായിട്ട് വന്നു. നമ്മുടെ കൃഷ്ണനാകട്ടെ സഹോദരനായിട്ട് വന്നു. പക്ഷെ വല്ല പ്രയോജനം ഉണ്ടായ? ഒരു പ്രയോജനം ഉണ്ടായില്ല. കാരണം ജ്യേഷ്ഠനെ രാമേട്ടനെ വരച്ച വരയിൽ നിർത്തി അല്ലെ. ജ്യേഷ്ഠ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യൂ, ഞാൻ പറയുന്നത് അനുസരിക്കൂ, അല്ലെങ്കിൽ പ്രശ്നമാവും. അച്ഛനോട് പറഞ്ഞു കൊടുക്കും, അമ്മയോട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ബാല്യത്തിലും ശൈശവത്തിലും കൗമാരത്തിലും യൗവനത്തിലും എപ്പോഴും നമ്മുടെ കൃഷ്ണൻ പറഞ്ഞതനുസരിക്കാനുള്ള ഒരു ഭാഗ്യം മാത്രമേ, അല്ലെങ്കിൽ ഒരു വിധി മാത്രമേ നമ്മുടെ രാമേട്ടന് ഉണ്ടായുള്ളൂ. വളരെ കഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഇഷ്ടം എന്താണ്? മറ്റുള്ളവർ പറഞ്ഞത് അനുസരിക്കുക. ഇവിടെ തന്റെ ജ്യേഷ്ഠനോടും തന്റെ മറ്റുള്ളവരോടൊക്കെ പറയും. ഭക്തന്മാരോട് അങ്ങനെയല്ല, ഭക്തന്മാരോട് നിർദ്ദേശിക്കില്ല, ഉപദേശിക്കും. നല്ല നല്ല ഉപദേശങ്ങൾ ഇവിടെ അർജുനനും ഉപദേശിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയാ, അർജുന നിനക്ക് വേണമെങ്കിൽ ചെയ്തോളൂ, അനുസരിച്ചോളൂ. നീ നല്ല പോലെ മനസ്സിലാക്കിയിട്ട് ശരിയേതെന്നും തെറ്റേതെന്നും മനസ്സിലാക്കിയിട്ട് നല്ല പോലെ നിരൂപണം ചെയ്ത് വിമർശിച്ചിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്തോളൂ. ഇങ്ങനെയാ ഭഗവാന്റെ ശൈലി, അങ്ങനെയാ. അപ്പൊ ഇവിടെ ഭഗവാന്റെ ഭക്തന്മാരുടെ വാക്കുകൾ കേൾക്കുവാനാണ് ഭഗവാന് കൂടുതൽ. അർജുനനോട് പറയാ, കൗന്ദേയ പ്രതിജാനീഹി നമേ ഭക്ത പ്രണശ്യതേ. അർജുന നീ പ്രതിജ്ഞ ചെയ്തോളൂ, നീ സത്യം വിളിച്ചു പറഞ്ഞോളൂ, ഉറക്കെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന്, ഏറ്റവും വലിയ മലയുടെ മുകളിൽ കയറി നിന്ന്, അല്ലെങ്കിൽ ഏറ്റവും വലിയ വൃക്ഷത്തിന്റെ മുകളിൽ കയറി നിന്ന്, അല്ലെങ്കിൽ ഒരു 10,000 നോട്ടീസ് അടിച്ചിട്ട് നീ പറയൂ, ഭഗവാന്റെ ഭക്തന്മാർ നശിക്കുന്നില്ല, അവർ പ്രേയസ് നഷ്ടപ്പെടും, പക്ഷെ അവര് ശ്രേയസിനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. കാരണം ആ ഭഗവാന്റെ ഭക്തന്മാരുടെ വാക്കുകൾ കേൾക്കുവാനും അത് അംഗീകരിക്കുവാനുമാണ് ഭഗവാൻ ഇഷ്ടം. ഇപ്രകാരം തന്റെ പരിശുദ്ധ ഭക്തനായിട്ടുള്ള, തന്റെ സഖാവായിട്ടുള്ള അല്ലെ, തന്റെ ശ്രേഷ്ഠനായിട്ടുള്ള ആ അർജുനന്റെ വാക്ക് കേട്ട ഭഗവാൻ എന്തു ചെയ്തു എന്നാണ് സഞ്ജയൻ പറയുന്നത്. ശബ്ദമുഖരിതമായിട്ടുള്ള കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് നമ്മെ സഞ്ജയൻ വേദവ്യാസ മഹർഷി എവിടേക്ക് കൊണ്ടുപോകുന്നു? ഹസ്തിനാപുരം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒരു അടിയിടിക്ക് നടക്കുന്ന ഒരു അന്തരീക്ഷം, അത് കഴിഞ്ഞൊരു പാട്ട്, നല്ല ഒരു പൂന്തോട്ടത്തിൽ വെച്ചോ കടലിൽ വെച്ചോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തിൽ വെച്ചോ, അപ്പൊ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ആധ്യാത്മിക ഗ്രന്ഥങ്ങളിലും. പെട്ടെന്ന് തന്നെ എന്തിനാ നമ്മള്
ഒരു മനസ്സിനൊരു സുഖം കിട്ടുവാനായിട്ട്. ഒന്ന്, രണ്ട്, സാക്ഷി വേണം എല്ലാത്തിനും, അല്ലെ? നമ്മുടെ സ്വന്തം ലേഖകനായിട്ടുള്ള, നമ്മുടെ പ്രതിപുരുഷനായിട്ടുള്ള നമ്മുടെ സാക്ഷിയാണ്. ഒന്നാമത്തെ സാക്ഷിയാണ് ആര്? നമ്മുടെ സഞ്ജയൻ. അപ്പൊ ഞാൻ കാണുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട് എന്ന് പറയാണ്. നമ്മുടെ ഭക്ത ഹനുമാനും പറയുന്നുണ്ട്, ഞാനും കേൾക്കുന്നുണ്ട്, ഞാനും കാണുന്നുണ്ട്. അങ്ങനെ സാക്ഷികൾ കുറേയുണ്ട്. ആരൊക്കെയാണ്? നമ്മുടെ സഞ്ജയൻ, നമ്മുടെ അർജുനൻ, നമ്മുടെ ഹനുമാൻ, നമ്മുടെ ഭർബരീകൻ, ഇവരെല്ലാവരും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പൊ ശ്രീമദ് ഭഗവത്ഗീത ഒരു മിത്തല്ല, ഒരു കെട്ടുകഥയല്ല, വെറും ആചാര്യന്മാരോ മറ്റുള്ളവരോ എഴുതി കൂട്ടിയതല്ല, മറിച്ച് പരമദിവ്യോത്തമ പുരുഷനായിട്ടുള്ള ഭഗവാന്റെ മുഖത്ത് നിന്ന് വന്നിട്ടുള്ള അമൃതാകുന്ന ഉപദേശമാണെന്ന് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സഞ്ജയൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. ഇനിയും വരുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ വരും. അത് കഴിഞ്ഞ് വിശ്വരൂപം കാണിക്കുമ്പോ വരും. അല്ല, വിശ്വരൂപം കാണിച്ചില്ലേ എന്ന് സംശയം വരുന്നവർക്ക് സഞ്ജയൻ പറയാണ്, കാണിച്ചു, ഞാൻ കണ്ടുല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് സാക്ഷിയുണ്ട്. അങ്ങനെയുള്ള സാക്ഷി പറയാണ്. സഞ്ജയ ഉവാച, സഞ്ജയൻ പറഞ്ഞു, ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർ മധ്യേ സ്ഥാപയിത്താരഥോത്തമം. വിവർത്തനം. സഞ്ജയൻ പറഞ്ഞു, അലയോ ഭാരതപുത്രനായ ധൃതരാഷ്ട്ര മഹാരാജാവേ, അർജുനന്റെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ശ്രേഷ്ഠമായിട്ടുള്ള ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഈ ശ്ലോകത്തിന്റെ ആശയ വിശദീകരണം, ഭാവാർത്ഥം എഴുതിയ അഭയചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി പ്രഭുപാദ് മഹാരാജ് കി ജയ്. ഇവിടെ അർജുനനെ ഗുഡാകേശൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഗുഡാകം എന്നാൽ നിദ്ര. നിദ്രയെ ജയിക്കുന്നവനാണ് ഗുഡാകേശൻ. നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനുമായുള്ള സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു. പരമഭക്തനാകയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണനെ മറക്കാനാവില്ല. ഒരു ഭക്തന്റെ സ്വഭാവമാണിത്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് ശ്രീകൃഷ്ണന്റെ നാമങ്ങൾ, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെ പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തന് ശ്രീകൃഷ്ണനെ പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം. ഇതിന് കൃഷ്ണാവബോധം അഥവാ സമാധി എന്ന് പറയും. സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നത് കൊണ്ട് അർജുനൻ ഉദ്ദേശിച്ചത് എന്തെന്ന് ഏതൊരു ജീവന്റെയും മനുഷ്യനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും നയിക്കുന്ന ഋഷികേശനായ ശ്രീകൃഷ്ണന് അറിയാമായിരുന്നു. രഥം നടുവിൽ കൊണ്ടു നിർത്തിയ ഭഗവാൻ ഇപ്രകാരം അർജുനനോട് അരുളി ചെയ്തു. അങ്ങനെ സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറയുകയാണ്, അലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത. അലയോ ഭാരത, ഭരതവംശത്തിൽ ജനിച്ചവനെ, ഭാരതത്തിൽ ജനിച്ചവനെ. ആരാണ്? ധൃതരാഷ്ട്ര മഹാരാജാവ്. അലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ഏവം ഉക്തഃ ഗുഡാകേശേന, ഗുഡാകേശനാൽ അർജുനനാൽ ഇപ്രകാരം പറയപ്പെട്ടവനായ ഹൃഷീകേശ, നമ്മുടെ ഹൃഷീകേശനായ ഗോവിന്ദൻ കൃഷ്ണൻ എന്ത് ചെയ്തു? സേനയോരുഭയോർ മധ്യേ, ഉഭയോർ സേനയോർ മധ്യേ, രണ്ട് സൈന്യത്തിന്റെയും നടുവില് സ്ഥാപയത്വ രഥോത്തമം, ഉത്തമമായ രഥത്തെ സ്ഥാപയത്വ, അവിടെ നിർത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഭാരത, കുറെ പേരുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഭാരതൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ്, അല്ലെ? എല്ലാവരുടെ കണ്ണിൽ നിന്നെല്ലാം വെള്ളം വരും. ഭാരതം എൻ്റെ രാജ്യമാണ്, ഭാരതത്തിലെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്, ഞാൻ ജീവന തുല്യം എൻ്റെ മാതൃരാജ്യമായ ഭാരതത്തെ സ്നേഹിക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്യാണ്. പിന്നീട് അത് ഇന്ത്യ എന്നായി മാറി, കുഴപ്പമില്ല. പക്ഷെ ഇന്ത്യയെക്കാളും 100 ഗുണമുണ്ട് ഭാരതത്തിന്. ദയവ് ചെയ്തിട്ട് നമ്മൾ ഹിന്ദുക്കളെങ്കിലും ഒരിക്കലും ഇന്ത്യ നിങ്ങൾ പറഞ്ഞോളൂ ഒഫീഷ്യലായിട്ട്, പക്ഷെ എൻ്റെ രാജ്യം ഏതാണ്? ഭാരതം, മേരാ ഭാരത് മഹാൻ. എപ്പോഴും നിങ്ങൾ മോദിനെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ നോക്കിക്കോളൂ, നമ്മുടെ പ്രധാനമന്ത്രിമാരൊക്കെയും, അവരൊക്കെ എപ്പോഴും ഭാരത് 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 എപ്പോഴും. കാരണം എന്താണ്? ആ വാക്ക് ഉച്ചരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നു. അതാണ് ആചാര്യന്മാര് പറയാണ്, വേദങ്ങളില് ഇതിഹാസ പുരാണങ്ങളിലൊക്കെയും പറയാണ്, ഭാ ദീപ്തി പ്രകാശം ജ്ഞാനം ഇതിരതായാം ഭാരത. ഭ എന്ന അക്ഷരത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. ജ്ഞാനം, വിജ്ഞാനം, പ്രകാശം, ഇതാണ് കൂടുതൽ
പിന്നെയും അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഇതാണ് ശരിക്കുള്ള അർത്ഥം. പ്രകാശത്തിൽ രഥായാം രതി ചെയ്യുന്നവൻ, നൃത്തം ചെയ്യുന്നവൻ ആരാണ്? വിജ്ഞാനി, ഭക്തൻ, സത്യസന്ധൻ, നിഷ്കളങ്കൻ, ധർമ്മിഷ്ഠൻ. പ്രകാശത്തിൽ നൃത്തം ചെയ്യുന്നവരാണ് ഇവര്. ആരാണ്? ഇരുട്ടില് അജ്ഞാനത്തിൽ നൃത്തം ചെയ്യുന്നവര് മദ്യപാനികള്, അധാർമികമായിട്ടുള്ള മാർഗത്തിൽ ചരിക്കുന്നവര്, കൊള്ളക്കാര്, കള്ളന്മാര്, മോഷ്ടാക്കള്, അല്ലെ? മറ്റുള്ളവരുടെ ധനവും മറ്റുള്ള വസ്തുവകകളും അപഹരിക്കാൻ ആഗ്രഹിക്കുന്നവര്. ഇവരാണ് എവിടെ നൃത്തം ചെയ്യുന്നത്? ഇരുട്ടില് നൃത്തം ചെയ്യുന്നത്, അജ്ഞാനത്തിൽ നൃത്തം ചെയ്യുന്നത്. പക്ഷെ ഭാരതീയർ അങ്ങനെയല്ല. അതാണ്, ഭരതവംശത്തിൽ ജനിച്ചവരോ ഭാരതീയരോ അങ്ങനെയല്ല. പ്രകാശത്തിൽ നൃത്തം ചെയ്യുന്നവരാണ്. അവർക്ക് പ്രകാശമാണ് വേണ്ടത്, അവർക്ക് ഇരുട്ടിനെ താല്പര്യമില്ല. കാരണം ഇരുട്ട് അജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു, അത് മറ്റുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. അതാണ് ഭാദീപ്തി, പ്രകാശം, ജ്ഞാനം ഇതിരതായാം. അങ്ങനെ ആത്മജ്ഞാനത്തിൽ നൃത്തം ചെയ്യുന്നവനെ താൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്റെ സ്വരൂപം എന്തെന്ന് മനസ്സിലാക്കിയിട്ട്, ഭഗവാനും താനും തമ്മിലുള്ള ബന്ധം എന്തെന്ന് മനസ്സിലാക്കിയിട്ട്, ആ സത്ത് ചിത്ത് ആനന്ദത്തിൽ മുഴുകിയിട്ട്, അല്ല, അവധൂതന്മാരെ പോലെ ഹരേ കൃഷ്ണ മഹാമന്ത്രമെല്ലാം ജപിക്കുമ്പോൾ നമ്മൾ നൃത്തം, കീർത്തനം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നൃത്തം ചെയ്യാൻ തുടങ്ങും. ആൾക്കാർ പറയും, ഇത് എന്തിനാ ഇവര് നൃത്തം ചെയ്യണത്? മറ്റുള്ളവർക്കെല്ലാം നൃത്തം ചെയ്യണമെങ്കിൽ ഒരു രണ്ടെണ്ണം അടിക്കണം. ജവാനോ മറ്റുള്ള ലൂയിസ് എലവനോ അല്ലെങ്കിൽ ജോണി വാക്കറോ രണ്ടെണ്ണം അടിക്കണം, അല്ലെ? അവർക്ക് പാട്ട് വേണം, മറ്റുള്ള ഇത് റോക്ക് ഡാൻസ് വേണം, എന്നാലും അവർ നൃത്തം ചെയ്യുള്ളൂ, വിദേശികളും മറ്റുള്ള ആളുകളും. പക്ഷെ പരമ ഭഗവാന്റെ ഭക്തന്മാർക്ക് നൃത്തം ചെയ്യുവാൻ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഒന്നിന്റെയും ആവശ്യമില്ല. അവർക്ക് ആ ഭഗവാന്റെ നാമം, രൂപം, ഗുണങ്ങള്, കീർത്തനം, ജപം, ഇത് മാത്രം മതി. ഭഗവാന്റെ ഹരേ കൃഷ്ണ മഹാമന്ത്രമോ അല്ലെങ്കിൽ മറ്റുള്ള കീർത്തനങ്ങളോ മംഗളാരതിയോ അല്ലെങ്കിൽ ഗൗരാരതിയോ മധ്യാജ്ഞാരതിയോ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അവരുടെ കയ്യും കാലൊക്കെ ഇങ്ങനെ വിറയ്ക്കാനായിട്ട്, റിമീട്ടോമീരെ പോലെ ഇങ്ങനെ വിറയ്ക്കാനായിട്ട് ആരംഭിക്കും, അല്ലെ? പതുക്കെ പതുക്കെ ആ മാസ്മരികമായിട്ടുള്ള ഒരു അതീന്ദ്രിയ അനുഭൂതി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അവനാണ് ഭാരതൻ, അവനാണ് ഭാരതത്തിൽ ജനിച്ചവൻ. അതാണ്, ഭാരതത്തിൽ ജനിച്ചവന് ജ്ഞാനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും പാതയിൽ നടക്കുവാനേ സാധിക്കും. വേറൊരു തരത്തിലും അവന് പിന്തിരിഞ്ഞു പോകാൻ പറ്റില്ല. അങ്ങനെയുള്ളവര് ഭാരതത്തിൽ ജനിച്ചവരല്ല, അവര് ഭാരതീയരല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ 2-3 വർഷങ്ങൾക്ക് മുന്നേ, 5-6 വർഷങ്ങൾക്ക് മുന്നേ താജ്, നമ്മുടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ അവിടെ ബോംബെയില്, അവിടെ 27/11 നിങ്ങൾക്കറിയാം, അവിടെ വലിയൊരു വെടിവെക്കലും കസബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാകിസ്ഥാനി അഫ്ഗാനിസ്ഥാനി ആളൊക്കെ വന്നിട്ട് കുറെ അവിടെ വെടിവെപ്പൊക്കെ ഉണ്ടാക്കി, കുറെ ആളുകളും മരിച്ചു. ആ സമയത്ത് 512 സ്റ്റാഫ് ഉണ്ടായിരുന്നു ആ ഹോട്ടലിൽ. അവരാരും തന്നെ പുറത്തു പോയില്ല. അനേകം വഴികൾ അവർക്ക് അറിയാമായിരുന്നു, അണ്ടർഗ്രൗണ്ട് അവർക്ക് അറിയാമായിരുന്നു, പലതും അറിയാമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു വിദേശ പത്രത്തിന്റെ ഒരാൾ വന്നിട്ട് ഇന്റർവ്യൂ നടത്തിയിട്ട് നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നില്ലേ, എന്തിനാ അവിടെ നിന്നത്? 5-6 പേരും മരിച്ചുല്ലോ, നിങ്ങളുടെ സ്റ്റാഫ് എല്ലാം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞങ്ങളുടെ ധർമ്മം അതല്ല, ഞങ്ങൾ അതല്ല പഠിപ്പിച്ചിരിക്കുന്നത്. രത്തൻജി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, രത്തൻ ടാറ്റ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് അതല്ല, ധർമ്മത്തിന്റെ പാതയിൽ സഞ്ചരിക്കുകയാണ്. അതിഥി ദേവോ ഭവ. വിദേശികളും സ്വദേശികളും ഇവിടെ റൂം എടുത്ത് 1 മണിക്കൂറോ 1 ദിവസമോ താമസിക്കുന്നവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ്, ഞങ്ങളുടെ അതിഥികളാണ്. അവരുടെ ജീവനാണ് ഞങ്ങൾ വില കൽപ്പിക്കുന്നത്, അല്ലാതെ ഞങ്ങളുടെ ജീവനല്ല. ഞങ്ങൾ ഭാരതീയരാണ്. അപ്പൊ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ഇന്ത്യക്കാരല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത്, ഇന്ത്യക്കാരാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുമായിരുന്നു, ഞങ്ങൾ ഭാരതീയരാണ്, ഭാരതത്തിന്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും വന്നവരാണെന്ന് ചോദിച്ചു. ഈ 512 പേരുടെയും ബയോഡാറ്റ, അവരുടെ പ്രൊഫൈലെല്ലാം എടുത്ത് പരിശോധിച്ച സമയത്ത് ആരും തന്നെ വലിയ വലിയ നഗരങ്ങളിൽ നിന്ന് വന്നവരില്ല, എല്ലാവരും കുഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പൊ ഒരാളുടെ സംസ്കാരം രൂപപ്പെടുന്നത് നഗരങ്ങളിൽ നിന്നല്ല, മറിച്ച് ഗ്രാമങ്ങളിൽ നിന്നാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അവര് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും. ഞങ്ങൾ ഭാരതീയരാണ്, ഞങ്ങളുടെ സംസ്കാരം പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അവസാനത്തെ വ്യക്തിയുടെയും ജീവൻ സംരക്ഷിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ ഹോട്ടൽ വിട്ടുപോയിട്ടുള്ളൂ. നിങ്ങൾ കേൾക്കണം, ആ ഇന്റർവ്യൂ യൂട്യൂബിലുണ്ട് അവരുമായിട്ടുള്ളത്. അത്രയും പ്രധാനമാണ്. ഇവിടെ ഭരതർഷഭ, ഭാരത സത്തമ എന്നെല്ലാം പറയുന്നുണ്ട്. ആ വാക്കുകളെല്ലാം ചിലപ്പോൾ അർജുനനെ അഭിസംബോധന ചെയ്യുന്നു, ചിലപ്പോൾ ഇവിടെ ധൃതരാഷ്ട്ര മഹാരാജാവിനെ. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. അതായത് ഐശ്വര്യാദി സദ്ഗുണങ്ങളില്
നമ്മുടെ സംസ്കാരത്തില് നല്ല പോലെ ആ വികാരങ്ങളൊന്നുമില്ലാതെ സംസ്കാര സമ്പന്നനായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് ഭാരതൻ. അവനാണ് ഭാരതീയൻ. അവരെല്ലാം ഇടതിങ്ങി മാർക്കുന്ന ഒരു സ്ഥലമാണ് ഭാരതം, ആർഷഭാരതം, ഭാരതവർഷം എന്നെല്ലാം പറയുന്നത്. അതിനെ ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിന് ചെറുതായിട്ട് മങ്ങലേൽക്കുന്നു. പക്ഷെ ഭാരതം എന്ന് പറഞ്ഞാലോ, അല്ലെ, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. ആലോചിച്ച് നോക്കൂ, കവികളെല്ലാം പാടിയത് ഇന്ത്യ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, ഭാരതം. അപ്പോ എപ്പോഴും ആ ഭാരതത്തെ കുറിച്ചുള്ള ഒരു ചിന്ത, നമ്മുടെ രാജ്യത്തെ കുറിച്ചുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. കാരണം ഒരു നല്ല ചുമരുണ്ടെങ്കിൽ ഒരു നല്ല ചിത്രം വരയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ സംസ്കാര സമ്പന്നമായിട്ടുള്ള, ലോകത്തിന് മുഴുവൻ വഴികാട്ടി നിന്നിട്ടുള്ള ഭാരതം നിലനിന്നാൽ മാത്രമേ നമ്മുടെ സംസ്കാരങ്ങളും വളരുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളും നശിച്ചു പോകും. അതുകൊണ്ട് ഭാരതത്തിന് വരുന്ന ഓരോ പ്രതിസന്ധിയും തരണം ചെയ്യേണ്ടത് ഭാരതീയരായിട്ടുള്ള നിങ്ങളുടെ കടമയാണ്. നിങ്ങളാണ് സനാതനധർമ്മത്തിന്റെ വക്താക്കള്. നാളത്തെ തലമുറയെ വാർത്തെടുക്കേണ്ട ചുമതല നിങ്ങൾക്കാണ്. അതുകൊണ്ട് എല്ലാ ഈ ഭഗവത്ഗീതയും ഭാഗവതവും ഉപനിഷത്തുക്കളും എല്ലാം പ്രചാരം ചെയ്യുകയും പുസ്തക വിതരണം ചെയ്യുകയും സത്സംഗത്തിലേക്ക് ആളുകളെ വരികയും ചെയ്യേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്, ജോലിയാണ്. ഇതാണ് ഇവിടെ ഭഗവാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഇപ്രകാരം ഗുഡാകേശനാൽ നിർദ്ദേശിക്കപ്പെട്ട ഋഷികേശനായ ഗോവിന്ദൻ ആ ഉത്തമമായിട്ടുള്ള നന്ദിഘോഷരഥത്തെ, ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, വലാഹകം തുടങ്ങിയിട്ടുള്ള 4 കരുത്തരായിട്ടുള്ള കുതിരകളെല്ലാം വലിക്കുന്ന വളരെ വലിയിട്ടുള്ള ഉത്തമമായ ഉത്തമമായിട്ടുള്ള രഥത്തെ ആ വരുണദേവൻ അഗ്നിദേവന് നൽകുകയും അഗ്നിദേവൻ അർജുനന് നൽകുകയും ചെയ്തിട്ടുള്ള രഥത്തെ 2 സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയി നിർത്തി. ഗുഡാകേശക, ഇവിടെ ധൃതരാഷ്ട്ര മഹാരാജാവിനെ ഭാരത എന്ന് വേദവ്യാസ മഹർഷി അഭിസംബോധന ചെയ്തിരിക്കുന്നു. ഗുഡാകേശൻ എന്നാണ് അർജുനനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ഗുഡാകം എന്ന് പറഞ്ഞാൽ നിദ്ര, ആലസ്യം, പ്രമാദം, താല്പര്യമില്ലായ്മ, മടി. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഉറങ്ങുന്നുണ്ട് പല ആൾക്കാരും, അല്ലെ? വീട്ടിലത്തെ പണി ചെയ്യുന്നുണ്ട്, ചപ്പാത്തിക്ക് കുറയ്ക്കുന്നുണ്ട്. ആ പ്രഭു അവിടെ പറഞ്ഞോട്ടെ, അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ പൈതൽ പ്രഭു എപ്പോഴെങ്കിലും അയച്ചു തരാം, അപ്പൊ കേൾക്കാം. അല്ലാതെ ഇപ്പൊ രാവിലെ എവിടെ സമയം എന്നൊക്കെ വിചാരിക്കും. ഇങ്ങനെ ആലസ്യത്തോട് കൂടിയിട്ട്, പ്രമാദത്തോട് കൂടിയിട്ട്, താല്പര്യമില്ലാതെ ഉന്മേഷത്തോട് കൂടിയിട്ട് ഭഗവത് ഭക്തിയുത സേവനം ഒരിക്കലും ചെയ്യാൻ പാടില്ല. വർദ്ധിച്ച വീര്യത്തോട് കൂടിയിട്ട് ഇതെനിക്ക് കിട്ടിയിട്ടുള്ള ഗോൾഡൻ ചാൻസ് ആണ്, സുവർണാവസരമാണ് എന്ന ഒരു കാര്യത്തോട് കൂടിയിട്ട് മാത്രമേ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ അർജുനൻ അതിലൊരു വ്യക്തിയാണ്. അതാണ് ഗുഡാകേശൻ. ഗുഡാകയെ ജയിച്ചവൻ, ഗുഡാകയെ നിയന്ത്രിക്കുന്നവൻ. ഗുഡാക എന്ന് പറഞ്ഞാൽ എന്താണ്? നിദ്ര, ഉറക്കം, ആലസ്യം, പ്രമാദം, താല്പര്യക്കുറവ്, മടി. ഇതിനെ നിയന്ത്രിക്കുന്നവൻ ഈശൻ, ഇതിനെ കൺട്രോൾ ചെയ്യുന്നവനാണ്. എന്ന് വെച്ചാൽ ഉറക്കില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല, ഉറക്കമൊക്കെ ഉണ്ട്. പക്ഷെ എപ്പോ ഉണരണം, എപ്പോ ഉറങ്ങണം എന്ന് നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. മടി ഉണ്ടാവില്ല ജീവിതത്തിൽ. എല്ലാത്തിനെയും തരണം ചെയ്യുന്നവനായിരിക്കണം. അവിടെ ഗുരുകുലത്തില് എല്ലാവർക്കും നേരത്തെ ഭക്ഷണം കൊടുക്കും, നമ്മുടെ അമ്പലങ്ങളിലെ പോലെ അല്ല. വൈകുന്നേരം ഭക്ഷണം കുറവാണ്. സന്ധ്യാസമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഭക്ഷണം കൊടുക്കും. സൂര്യാസ്തമിച്ച് കഴിഞ്ഞ് കഴിക്കുന്ന ഭക്ഷണം വിഷതുല്യമാണെന്നാണ് ആയുർവേദവും മറ്റുള്ള ഗ്രന്ഥങ്ങളും എല്ലാം പറയുന്നത്. അങ്ങനെ ഏകദേശം സന്ധ്യാസമയമാകുമ്പോൾ ഭക്ഷണമെല്ലാം കഴിക്കുന്ന സമയത്ത് തീപന്തങ്ങളെല്ലാം കത്തിച്ചു വെക്കും, എണ്ണവിളക്കുകൾ. കാരണം ചെലവ് കഴിഞ്ഞ് കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ചെലവ് കിട്ടില്ല. അപ്പൊ വേഗം തന്നെ ഇവര് ഭക്ഷണം കഴിഞ്ഞിട്ട് ഉറങ്ങിക്കോളൂ ഉണ്ണികളെ, വിളക്കൊക്കെ കെടുത്തിയിട്ട്. നേരത്തെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എണീക്കണം, നമുക്ക് യോഗ ചെയ്യണം, അല്ലെ? നമുക്ക് പല പല ധനുർവിദ്യകൾ പഠിക്കണം, നമുക്ക് പൂജാതി കർമ്മങ്ങളും ഹോമങ്ങളും സ്വാധ്യായവും എല്ലാം ചെയ്യണം. അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കില്ല. അപ്പൊ നേരത്തെ കിടന്നോളൂ എന്ന് പറയും. ഇങ്ങനെ വിളക്കുകൾ, ചിരാതുകളും തീപന്തങ്ങളും എണ്ണവിളക്കുകളെല്ലാം കത്തിച്ചു വെക്കും. അങ്ങനെ ഒരു ദിവസം ഇവരെല്ലാം പരീക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി നമ്മുടെ ദ്രോണാചാര്യര് വായവ്യാസ്ത്രം പ്രയോഗിച്ചു. അവിടെ വായു സമ്മർദ്ദമുണ്ടായി, കാറ്റെല്ലാം വന്നു, വിളക്കെല്ലാം കെട്ടു. പക്ഷെ കുട്ടികൾ ഇരുന്നോടത്ത് നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. നമ്മൾ അങ്ങനെയാണല്ലോ, കറണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നിടത്തുനിന്ന് എൻറ്റ് പോവോ? ഇല്ല. പറയും, എടിയാ ശകുന്തല ഇതൊന്ന് ഓൺ ചെയ്ത, എമർജൻസിയിലായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇൻവെർട്ടർ ഓൺ ചെയ്ത് എന്നൊക്കെ പറയും. പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ മൊബൈൽ ഉള്ളത് കൊണ്ട് മൊബൈലിന്റെ ആ ലൈറ്റ്, ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്ത് വെച്ച് നമ്മൾ മാമുണ്ണും, ഫുഡ് അടിക്കും. അപ്പൊ അതുപോലെ ഇവിടെ എല്ലാവരും
ആ കൗരവരും അതുപോലെ തന്നെ പാണ്ഡവരും ദ്രോണാചാര്യരുടെ പുത്രന്മാരും മറ്റ് സാമന്ത രാജാക്കന്മാരുടെ പുത്രന്മാരുമെല്ലാം അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ആരംഭിച്ചു. അവരെല്ലാം നല്ല പോലെ ഇങ്ങനെ ഉരുട്ടി കഴിക്കുന്നുണ്ട്, ഭീമസേനനും നകുലനും അസുതനും. പക്ഷെ നമ്മുടെ അർജുനൻ പെട്ടെന്ന് മനസ്സിലൊരു ഇടിവെട്ടി അദ്ദേഹത്തിന്റെ. അല്ല, ഈ ഇരുട്ടിലും എന്റെ കയ്യ് നേരെ പോകുന്നത് വായിലേക്കാണ്, കണ്ണിലേക്കോ മൂക്കിലേക്കോ ചെവിയിലേക്കോ അല്ല. അല്ലെ, ആരുടെയെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ അറിയാതെ കണ്ണില് കൊണ്ടു, ചോറ് മൂക്കിലേക്കൂടെയാണ് ഞാൻ കഴിച്ചത്, അങ്ങനെ ഇല്ല. കൃത്യസമയം അല്ലെ, നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനം മൂലം കൃത്യമായിട്ട് അത് വായിലേക്ക്, അണ്ണാക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുപോലെ അർജുനൻ വിചാരിച്ചു, അല്ല, നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ടല്ലേ എനിക്കിങ്ങനെ സാധിച്ചത്. അങ്ങനെയെങ്കിൽ നിരന്തരമായിട്ടുള്ള പരിശ്രമം കൊണ്ട് എനിക്ക് ഈ അന്ധകാരത്തെയും ആ നിദ്രയെയും ഇരുട്ടിനെയും എല്ലാം തോൽപ്പിക്കാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ഭക്ഷണമെല്ലാം കഴിച്ച് പൂർത്തിയാക്കി പാത്രമെല്ലാം കഴുകി വേഗം തന്നെ തന്റെ ധനുസ്സെല്ലാം എടുത്ത് അസ്ത്രങ്ങളെല്ലാം എടുത്ത് വേഗം പുറത്തു വന്ന് അന്ധകാരത്തില് ഇദ്ദേഹം അസ്ത്രമെയ്യാനായിട്ട് പരിശീലിക്കാനായിട്ട് ആരംഭിച്ചു. ഇത് തന്നെയാണ് ദ്രോണാചാര്യർക്ക് വേണ്ടിയിരുന്നത്. തന്റെ ശിഷ്യന് താല്പര്യമുണ്ടെന്ന് മനസ്സിലായി. അദ്ദേഹം പിറ്റേ ദിവസം മുതല് ആ ഇരുട്ടിനെ ഭേദിക്കുവാനുള്ള അസ്ത്രങ്ങളെല്ലാം അവന് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ആരംഭിച്ചു. അതാണ് നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കണം. വിദ്യ അർത്ഥിക്കുന്നവനാണ് വിദ്യാർത്ഥി, അല്ലാണ്ട് ചോദിച്ചു വാങ്ങലല്ല. ആ ഒരു മാർഗനിർദ്ദേശിയായിട്ടുള്ള ഒരു ആധ്യാത്മിക ഗുരുവിനോട് സേവനമെല്ലാം ചെയ്ത് യാചിച്ചുകൊണ്ട് അർത്ഥിച്ചുകൊണ്ട് എനിക്കിത് പഠിപ്പിച്ചു തരണേ ഗുരു, എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ അവൻ വിദ്യാർത്ഥിയായിട്ട് മാറും. അങ്ങനെ ഉത്തമനായിട്ടുള്ള വിദ്യാർത്ഥിയായിട്ട് മാറി. തന്റെ മകൻ പോലും ചോദിച്ചിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള ആരും തന്നെ ചോദിച്ചിട്ടില്ല, അർജുനൻ മാത്രമാണ്. അതുകൊണ്ടാണ് ദ്രോണാചാര്യർക്ക് അർജുനനോട് ഇത്രയും സ്നേഹവും ബഹുമാനവും. അങ്ങനെ ഒരു വിദ്യാർത്ഥിയാവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. അതാണ് ഗുഡാകേശൻ. പിന്നെ ഈ സന്ധ്യാസമയമാകുമ്പോൾ കക്ഷി എന്ത് ചെയ്യും? ഈ അമ്പും വില്ലെടുത്തിട്ട് ഈ അന്ധകാരത്തെ, ആ നിദ്രയെ അല്ലെങ്കിൽ ഉറക്കത്തെ എന്ന് വിചാരിച്ചിട്ട് ഉറക്കം ഒഴിക്കുന്നവനല്ല ഒരു ഗൂർഖയെ പോലെ, മറിച്ച് എവിടെയാണ് അന്ധകാരത്തിൽ എന്റെ കോൺസെൻട്രേഷൻ, എന്റെ ഏകാഗ്രത പ്രകാരം വർദ്ധിപ്പിക്കാം, ഇരുട്ടിൽ എനിക്ക് പ്രകാരം യുദ്ധം ചെയ്യാം. എപ്പോഴെങ്കിലും രാത്രി യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, രാക്ഷസ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ, കാരണം മഹാഭാരത യുദ്ധ സമയത്തെല്ലാം അത് വളരെയധികം ഗുണം ചെയ്തു ഇദ്ദേഹത്തിന്. രാത്രി യുദ്ധം, ആ മര്യാദകളെല്ലാം ലംഘിക്കപ്പെട്ടു, യുദ്ധനീതികളെല്ലാം തൂത്തെറിയപ്പെട്ടു ഭീഷ്മപിതാമഹന്റെ മരണത്തിന് ശേഷം. ആ സമയത്തെല്ലാം രാത്രി യുദ്ധം ഉണ്ടായി, അർജുനന് അതിലെല്ലാം വിജയിക്കാനായിട്ട് സാധിച്ചു. ഗുഡാകേശൻ, ഋഷികേശൻ, ഭഗവാനെ അഭിസംബോധന ചെയ്യുകയാണ് ഋഷികേശൻ. കാരണം ഋഷികാണാം ഇന്ദ്രിയാണാം ഇത് ഈശഃ. ഋഷികങ്ങൾ എന്നറിയപ്പെടുന്ന പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളുടെയും പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെയും അന്ധകരണമാകുന്ന മനസ്സിന്റെയും ഈശനാണ്, നിയന്താവാണ്, നിയന്ത്രിക്കാൻ കഴിവുള്ളവനാണ് ഋഷികേശൻ. തന്റെ മാത്രമല്ല മറ്റുള്ളവരുടെയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഗോവിന്ദനുണ്ട്, അച്യുതനുണ്ട്, കൃഷ്ണനുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ ഋഷികേശൻ എന്ന് പറയുന്നു. മാത്രവുമല്ല, അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം ഇവിടെ വലിയൊരു സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ ഗോവിന്ദൻ ഋഷികേശൻ കാണുന്നുണ്ടായിരുന്നു. അതും കൂടി ഇവിടെ പരോക്ഷമായിട്ട് വേദവ്യാസ മഹർഷി സഞ്ജയനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കാരണം ഇനി പറയാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതെങ്ങനെയാ മനസ്സിലായത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഗോവിന്ദൻ അറിയാമായിരുന്നു ഈ ഒരു മന്ത്രം കാരണം, ഈ ദിവ്യമന്ത്രം കാരണം, ചാക്ഷുഷി മന്ത്രം കാരണം സഞ്ജയനും അത് അറിയാമായിരുന്നു എന്ന് വേണം കരുതാൻ. ദിവ്യ ചാക്ഷുഷി മന്ത്രത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാണുക മാത്രമല്ല, കേൾക്കുകയും അവരുടെ അന്തർഗതം കൂടി അറിയാമായും. അതാണ്. അതുകൊണ്ടാണ് അർജുനന്റെ മനോഗതം ഇദ്ദേഹത്തിന് മനസ്സിലായത്, ഭഗവാന്റെ മനോഗതം മനസ്സിലായത്, ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ മനോഗതം മനസ്സിലായത് സഞ്ജയന് ആ ദിവ്യമന്ത്രം കൊണ്ട്. ഇപ്രകാരം ആ രണ്ട് രഥത്തെയും അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് നമ്മുടെ ഗോവിന്ദൻ ഒരു വെടി പൊട്ടിച്ചു. എന്താണ്? വളരെ രസകരമാണ്. ഈ ശ്ലോകത്തിലെ പ്രധാന ശ്ലോകം വേണമെങ്കിൽ പറയാം. ഈ അധ്യായത്തിലെ എന്താ ചെയ്തത്? ഭീഷ്മദ്രോണ പ്രമുഖദഃ സർവേക്ഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യേതാൻ സമവേദാൻ കുരുനിധി. വിവർത്തനം: ഭീഷ്മപിതാമഹന്റെയും ദ്രോണാചാര്യന്റെയും
മറ്റു രാജാക്കന്മാരുടെയും മുന്നിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരായ നിന്റെ ബന്ധുക്കളെ നോക്കൂ. ഈ ശ്ലോകത്തിന്റെ ആശയവിശദീകരണം, ഭാവാർത്ഥം. പരമാത്മാവെന്ന നിലയിൽ അർജുനന്റെ മനസ്സിൽ നടക്കുന്നതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണൻ അറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ ഹൃഷികേശൻ എന്ന പേര് ഉപയോഗിച്ചത് കൊണ്ട് അദ്ദേഹം എല്ലാം അറിയുന്നവനാണെന്ന് സൂചിപ്പിക്കുന്നു. അർജുനന്റെ സംബന്ധിച്ചിടത്തോളം പാർത്ഥ അല്ലെങ്കിൽ കുന്തിപുത്ര എന്ന അഭിസംബോധന സാരവത്താണ്. തന്റെ പിതാവായ വസുദേവരുടെ സഹോദരിയുടെ മകനായതുകൊണ്ടാണ് താൻ അർജുനന്റെ തേരാളിപ്പദം സ്വീകരിച്ചതെന്ന് ഒരു സുഹൃത്ത് എന്ന നിലയിൽ ശ്രീകൃഷ്ണൻ അർജുനനെ ഇവിടെ അറിയിക്കുന്നു. കുരുവംശജരെ നോക്കൂ എന്ന വാക്കുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചത്? തന്റെ അർജുനൻ അവിടെ പൊരുതാതെ നോക്കി നിൽക്കണമെന്നാണോ? അല്ല. തന്റെ പിതൃ സഹോദരി പുത്രനിൽ നിന്ന് അത്തരമൊരു പെരുമാറ്റം ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുനന്റെ മനോഭാവത്തെ പറ്റി സൗഹൃദപൂർവമായൊരു പ്രവചനമാണിത്. അങ്ങനെ രണ്ട് സൈന്യങ്ങളുടെയും നടുവിൽ കൊണ്ടുപോയി നിർത്തൂ, ഞാൻ ശത്രുക്കളെയും എന്റെ പക്ഷക്കാരെയും നോക്കട്ടെ എന്ന് മാത്രമേ അർജുനൻ ഗോവിന്ദനോട് ശ്രീകൃഷ്ണനോട് പറഞ്ഞുള്ളൂ. ഭഗവാൻ ശ്രീകൃഷ്ണനാകട്ടെ രണ്ട് സൈന്യത്തിന്റെയും നടുവിൽ കൊണ്ടുപോയി നിർത്തി. എവിടെയാണ് കൊണ്ടുപോയി നിർത്തിയത്? ഭീഷ്മദ്രോണ പ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം. ഭീഷ്മപിതാമഹൻ, ദ്രോണഃ ദ്രോണാചാര്യര്, കൃപഃ കൃപാചാര്യര്, ജയദ്രഥഃ ജയദ്രഥൻ, അല്ലെ? പിന്നെ ശല്യമാമൻ, ശകുനിമാമൻ, ദുര്യോധനൻ, ദുശാസനൻ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം പ്രമുഖതഃ പ്രമുഖന്മാരായിട്ടുള്ള ആളുകൾ നിൽക്കുന്ന സ്ഥലത്ത് പ്രമുഖതഃ മുഖാമുഖമായിട്ട് നിർത്തി, അഭിമുഖമായിട്ട് നിർത്തി. പെട്ടെന്ന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ആരെ കാണണം? ഭീഷ്മപിതാമഹനെ കാണണം. പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ദ്രോണാചാര്യരെ കാണണം, കൃപാചാര്യരെ കാണണം, ശല്യമാമനെ കാണണം, യുധിഷ്ഠിരനെ കാണണം, നകുലനെയും സഹദേവനെയും ഭീമസേനനെയും കാണണം, അല്ലെ? ഇങ്ങനെയുള്ള ഒറ്റനോട്ടത്തിൽ തന്നെ എല്ലാവരെയും വളരെ വ്യക്തമായിട്ട് കാണാവുന്ന രീതിയിൽ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. സർവേക്ഷാം ചമഹീക്ഷിതാം. മഹത്തായിട്ടുള്ള ഇക്ഷ്വാസങ്ങൾ കയ്യിലേന്തില്ല. മഹീഷിതം, ഇക്ഷ്വാസം എന്ന് പറയുന്നത് വെച്ചാൽ വില്ല്, ധനുസ്. മഹത്തായിട്ടുള്ള വലിയ വലിയ ആ വില്ല്, ധനുസ് കയ്യിലേന്തിയിട്ടുള്ള സർവേഷാം മഹാരഥന്മാരുടെ മുന്നില്. നേരത്തെ പറഞ്ഞു, നമ്മുടെ അധ്യായം ആരംഭിക്കുമ്പോൾ കുറെ ആളുകളുടെ പേര് പറഞ്ഞു. ഇപ്രകാരം വലിയ വലിയ മഹാരാജാക്കന്മാര്, ചക്രവർത്തിമാര്, ഭീഷ്മപിതാമഹൻ, ദ്രോണാചാര്യര്, കൃപാചാര്യര് തുടങ്ങിയിട്ടുള്ള വലിയ വലിയ മഹാരഥന്മാര്, സർവസൈന്യാധിപന്മാര്, ഉപസൈന്യാധിപന്മാര്, മഹാരഥന്മാര്, ഇങ്ങനെ നിൽക്കുന്ന ആളുകളുടെ മുന്നിൽ, നേരെ മുന്നിൽ കൊണ്ടുപോയിട്ട് നിർത്തി. നിർത്തുക മാത്രമല്ല, നമ്മുടെ ആശാൻ ചെയ്തത് എന്താ ചെയ്തത്? ഉവാച പാർത്ഥ. പാർത്ഥനോട് അവൻ പറഞ്ഞു. ആര് പറഞ്ഞു? നമ്മുടെ ഗോവിന്ദൻ, കൃഷ്ണൻകുട്ടി. അദ്ദേഹം പറഞ്ഞു, പശ്യ, കണ്ടുകൊള്ളൂ, ഏതാൻ ഇവരെയെല്ലാം ആരെ കുരുനിധി സമവേദാൻ, ഈ കുരുവംശജരായിട്ടുള്ള നിന്റെ ബന്ധുക്കളെയെല്ലാം കണ്ടുകൊള്ളൂ. ഇനി നിനക്ക് കാണുവാൻ സാധിക്കില്ല, അവരെല്ലാവരും ഈ യുദ്ധത്തിൽ മരണപ്പെടും അർജുന. അതുകൊണ്ട് യുദ്ധം ചെയ്യുവാനായിട്ട് സമവേദാൻ, ഒന്നിച്ചുകൂടിയവരായിട്ടുള്ള കുരൂൻ ഇതി, കുരുവംശജരെ, നിന്റെ മുത്തച്ഛനുണ്ടല്ലോ, ആ അദ്ദേഹത്തിന്റെ വംശക്കാരാണ് ഇവിടെ എല്ലാവരും. നോക്കുകയാണെങ്കിൽ അല്ലെ, ആരും തന്നെ ഒരാളും പുറത്തു നിന്നോ വേറെ കുടുംബത്തിൽ നിന്നോ മതത്തിൽ നിന്നോ ജാതിയിൽ നിന്നോ ഒന്നും വന്നിട്ടില്ല. നിന്റെ മുത്തച്ഛനുണ്ട്, ഒരു കുരുമഹാരാജാവ്. അദ്ദേഹത്തിന്റെ പുത്രന്റെ പുത്രനാണ് ശന്തനു മഹാരാജാവ്. അദ്ദേഹത്തിന്റെ പുത്രനാണ് വിചിത്രവീര്യൻ. അദ്ദേഹത്തിന്റെ പുത്രന്മാരാണ് നിന്റെ അച്ഛനും നിന്റെ വല്യച്ഛനും നിന്റെ പാപ്പനും ഇളയച്ഛനും എല്ലാവരും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന സർവ്വ ആളുകളും നിന്റെ മുത്തച്ഛന്റെ വംശക്കാരാണ്, കുരുവംശജരാണ്. കുരുമഹാരാജാവിന്റെ പൗത്രന്മാരോ പൗത്രന്റെ പുത്രന്മാരോ പൗത്രന്റെ പൗത്രന്മാരോ ആണ്. യാതൊരാളും വേറെ സ്ഥലത്ത് നിന്ന് വന്നിട്ടില്ല. അങ്ങനെ നിന്റെ വംശക്കാരെ കൊണ്ടാണ്, നിന്റെ വംശത്തിലുള്ള ആളുകളോടാണ് നീ ഏറ്റുമുട്ടാൻ പോകുന്നത് അർജുന. അവരൊന്നും ഇനി ജീവിച്ചിരിക്കാനും പോകുന്നില്ല. അവസാനമായിട്ട്
നീ അവരെയെല്ലാം കണ്ടുകൊള്ളൂ. നിനക്ക് നിന്റെ ഭീഷ്മപിതാമഹനെ വധിക്കേണ്ടി വരും യുദ്ധത്തിൽ ജയിക്കാൻ. അത് കഴിഞ്ഞ് ദ്രോണാചാര്യരെയും, അത് കഴിഞ്ഞ് കൃപാചാര്യരെയും, അത് കഴിഞ്ഞ് ശല്യമാമനെയും ശകുനിമാമനെയും വല്യച്ഛന്റെ മക്കളായിട്ടുള്ള ദുര്യോധനനെയും ദുശാസനെയും ആചാര്യന്റെ പുത്രനായിട്ടുള്ള അശ്വത്ഥാമനെയും എല്ലാവരെയും നിനക്ക് വധിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നിനക്ക് യുദ്ധത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ. ആരെയും വെറുതെ വിടരുത്, എല്ലാവരെയും വധിച്ചുകൊള്ളൂ. ആദ്യം വധിക്കേണ്ടത് സ്വച്ഛന്ത മൃത്യുവായിട്ടുള്ള സർവ അസ്ത്രങ്ങളും അറിയുന്ന നിന്റെ ഭീഷ്മപിതാമഹനെയാണ്. അതിനുശേഷം വധിക്കേണ്ടത് നിനക്ക് സർവാസ്ത്രങ്ങളും ഉപദേശിച്ചു തന്ന ദ്രോണാചാര്യരെയാണ്. ആചാര്യനെന്നോ ഗുരുവെന്നോ നോക്കാതെ എല്ലാവരെയും നീ വധിക്കേണ്ടി വരും എന്ന് ഇവിടെ ഭഗവാൻ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ എന്തോ തന്റെ ശരീരത്തിലേക്ക് ഇരച്ചു കയറുന്നതായിട്ട് അർജുനന് മനസ്സിലായി. അദ്ദേഹം പതുക്കെ പതുക്കെ വിഭ്രാന്തിയോട് കൂടിയിട്ട്, അങ്ങനെ വിറയ്ക്കുന്ന ഹൃദയത്തോടും കൈകളോടും കൂടിയിട്ട് ഓരോരുത്തരെയും നോക്കിക്കാണുവാനായിട്ട് ആരംഭിച്ചു. തന്റെ ശത്രുക്കളെയെല്ലാം നോക്കിക്കണ്ട അർജുനൻ അവിടെ ഒരു ശത്രുവിനെയും കാണാൻ സാധിച്ചില്ല. എല്ലാവരും എൻ്റെ ബന്ധുക്കള്, എൻ്റെ പിതാമഹന്മാര്, പിതാവിന് തുല്യം ബഹുമാനിക്കേണ്ടവര്, ആചാര്യന്മാര്, മാർഗദർശികളായിട്ടുള്ള ഗുരുജനങ്ങള്, അവര് ഇവര്, അമ്മാവന്മാര്, അളിയന്മാര്, ഭാര്യയുടെ അച്ഛന്മാര്, അങ്ങനെ സർവവിധത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുള്ള കുരുവംശജരാണ് അവിടെ നിൽക്കുന്നത്. ആരും തന്നെ ശത്രുക്കളില്ല എന്നൊരു നഗ്ന സത്യം അർജുനന് മനസ്സിലായി. അതോടുകൂടി അർജുനന്റെ കഥ കഴിഞ്ഞു. അർജുനൻ വീണു. അങ്ങനെ അർജുനന് ഗ്ലൂക്കോസ് കൊടുക്കാനായിട്ട് ആരാണ്? നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത. നമ്മളും ഇതുപോലെ തന്നെയാണ്. എപ്പോഴാണ് നമുക്ക് തളർച്ച തോന്നുന്നത്, നമുക്ക് മനോവൈകല്യം തോന്നുന്നത്, നമുക്ക് ആരുമില്ലെന്ന് തോന്നുന്നത്, ആ സമയത്ത് നമ്മൾ കുറച്ച് ഗ്ലൂക്കോസ് കലക്കി കുടിക്കണം. ഏത് ഗ്ലൂക്കോസ്? ശ്രീമദ് ഭഗവത്ഗീത. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. 6:55 തുടങ്ങിയത്. കൃത്യസമയത്ത് തന്നെ നിർത്താം. എല്ലാവരും ഭഗവത്ഗീത വായിക്കുക. പൂർണ്ണമായിട്ടും വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീണ്ടും 3-4 ആവർത്തി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭഗവത്ഗീത വെള്ളം പോലെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹരേ കൃഷ്ണ. ആരെങ്കിലും 3 ചോദ്യങ്ങൾ ചോദിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു, ദണ്ഡവത് പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭു ഇന്ന് പറഞ്ഞപ്പോ ഒരു വിഷമം തോന്നി. കാര്യം പ്രഭുവിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്കും നല്ല രീതിയിലാണ് കേൾക്കുന്നത്. അപ്പം നമ്മളൊക്കെ പറയുമ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ. അപ്പൊ പ്രഭു പറഞ്ഞല്ലോ ചപ്പാത്തി കുഴയ്ക്കുന്നവരുണ്ട്, അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ളവര് ഇതല്ലെന്ന് പറഞ്ഞപ്പോ ഒരു വിഷമമായി. കാര്യം എനിക്കാണെങ്കിൽ 6:15 ബസ്സിനകത്ത് കയറണം. അപ്പൊ അത്രയും നല്ല രീതിയിൽ ഞാൻ ഈ ബ്ലൂടൂത്ത് വെച്ച് പ്രഭുവിന്റെ അത് ജോലി ചെയ്യുവാണെങ്കിലും ആ ജോലിയിലല്ല ശ്രദ്ധ വരുന്നത്, പ്രഭുവിന്റെ ആ ക്ലാസ്സിലാണ് ശ്രദ്ധ വരുന്നത്, പ്രഭുവിന്റെ ആ വാചകത്തിലാണ് ശ്രദ്ധ വരുന്നത്. പാചകം ചെയ്യുന്നെങ്കിൽ അതെല്ലാം ഈ ദൈവത്തിന്റെ ആ ഒരു കാരുണ്യം വെച്ചാണ് അത് ചെയ്യുന്നത്, പ്രഭുവിന്റെ വചനങ്ങളിൽ കൂടിയാണ് അത് ചെയ്യുന്നത്. പക്ഷെ പ്രഭു പറഞ്ഞപ്പോ ഒരു വിഷമായി പോയി. പ്രഭുവിന്റെ ക്ലാസ് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റത്തില്ല ക്ലാസ്. അപ്പൊ ഞങ്ങൾ ശ്രദ്ധയോട് തന്നെയാണ് കേൾക്കുന്നത്. അപ്പൊ അതൊരു വിഷമമുണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് നല്ലതുപോലെ കേൾക്കുന്നുണ്ട് പ്രഭു. ഞങ്ങൾ ജോലി ചെയ്യുന്നെങ്കിലും മാതാജി, വീട്ടിലോ അലസലായിട്ട് ഇരിക്കുന്ന, യാതൊരു പണിയും ചെയ്താതെ കേൾക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലാതെ മാതാജിയെ ഉദ്ദേശിച്ചിട്ടല്ല. മാതാജിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് സ്വാഭാവികം മാത്രമാണ്. ഹരേ കൃഷ്ണ പ്രഭു.